ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനാകട്ടെ. എന്ന വൈകിയ വേളയിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രി അല്ലേ, നമ്മൾ ഉപവാസ പ്രാർത്ഥന പൊതുവെ ആത്മീയർക്ക് വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. അതുകൊണ്ട് നമുക്ക് വളരെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥന. എനിക്കറിയാം എല്ലാവരും ഉപവസിച്ചിട്ടൊന്നും ആയിരിക്കുകയില്ല. അറിയാം അതിൻ്റേതാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, ബലഹീനതയുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും ഉപവസിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമുക്കൊരു വലിയ ബലമാണ്. അത് നമുക്കും ബലമാണ്, ഉപവസിക്കുന്നവർക്കും അതൊരു വലിയ ബലമാണ്. ഇപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവർക്കും ഒന്നും ഭാഗ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കല് നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വാതിലിന്റെ പേര് സുന്ദരം എന്നാണ്. ആ വാതിലിന്റെ പേര്. പക്ഷെ ആ സുന്ദരം എന്ന വാതിലിന്റെ വാതിൽക്കൽ അവിടെയുള്ള കുറെ പ്രമാണിമാർ ഒരു മുടന്തനെ കൊണ്ടുവന്നിരുത്തി. മുടന്തനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അവൻ ലഭിക്കുന്ന ഭിക്ഷ മുഴുവൻ ഇവര് കൈപ്പറ്റും. എന്നിട്ട് ഈ മുടന്തൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. അതായിരുന്നു അന്നത്തെ. ഇന്നും അങ്ങനെ ഉണ്ട്. ഒരുപാട് ഭിക്ഷക്കാരുടെ മാഫിയകള് നമ്മുടെ കേരളത്തിലുമുണ്ട്. മിക്കപ്പോഴും എറണാകുളത്തൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോയാൽ ഇത് വളരെയേറെ കൂടുതലാണ്. കാരണം പിണറായി സർക്കാർ കഴിഞ്ഞ തവണ വന്നപ്പോൾ അദ്ദേഹം, അതായത് VS അച്യുതാനന്ദൻ സഹാവുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരുന്നു കേരളം ഭിക്ഷാടന നിരോധന മേഖലയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പല സ്ഥലത്ത് നിന്നും ഒരുപാട് ഭിക്ഷക്കാർ വന്ന് ഭിക്ഷയാചിക്കുന്നവരോടൊപ്പം തന്നെ കൊള്ളയും കൊലയും ഒക്കെ നടത്തിയിരുന്ന സമയത്ത്, അപ്പൊ അതിനുശേഷം വളരെ നിർബന്ധമായി ഉത്തർപ്രദേശിലൊക്കെ മതപരിവർത്തന നിരോധനം എന്ന പോലെ ഭിക്ഷാടന നിരോധന മേഖലയായി കേരളത്തെ പ്രഖ്യാപിച്ചു. എങ്കിലും പല രീതിയിൽ ഇവിടെ ഇന്നും നടക്കുന്നുണ്ട് ഭിക്ഷാടനം. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ നിരോധനങ്ങളുണ്ട്. ഉത്തർപ്രദേശിൽ മതനിരോധനമാണ്, മതപരിവർത്തന നിരോധനം. ഇവിടെ ഭിക്ഷാടനത്തിന് നിരോധനമാണ്. മറ്റ് ചില സംസ്ഥാനങ്ങളിലോട്ട് ചെന്നാൽ അവിടെ മറ്റു പല രീതിയിലുള്ള നിരോധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഭിക്ഷക്കാരനെ കൊണ്ട് ഈ സുന്ദരം എന്ന ദേവാലയ അവിടെ ആ വാതിക്കൽ കൊണ്ടിരുത്തും. അദ്ദേഹത്തെ നമുക്കവിടെ കാണാം, ചുമന്നുകൊണ്ടാണ് കൊണ്ടിരുത്തുന്നത്. പക്ഷേ ഈ യേശുക്രിസ്തു എത്രയോ തവണ ഈ ആരാധനാലയത്തിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഇവൻ സൗഖ്യവുമായില്ല, യേശുവിനെ സൗഖ്യമാക്കിയതുമില്ല. പിന്നീട് മനസ്സിലായത് ഇവനെ ചുമന്നുകൊണ്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്, ചുമന്നുകൊണ്ട് എടുത്തുകൊണ്ട് വെക്കുന്ന ചില ആൾക്കാരും ഉണ്ടെന്ന് ആ വേദഭാഗം നന്നായിട്ട് വായിച്ചപ്പോഴാണ്. എന്ന് പറയുന്ന പോലെയാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും ഒന്നും പറ്റിയല്ല. ചിലരെ ചുമന്നുകൊണ്ട് പോകും, അവരെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായി? കാരണം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരുന്ന് ഒരല്പം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ചിലരെ ചുമന്നുകൊണ്ട് അങ്ങ് പോകും. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിടുതൽ നടക്കുകയില്ല. കാരണം ഇത്രേ നാൾ യേശുക്രിസ്തു എത്രയോ തവണ ആ ആലയത്തിൽ കൂടെ വരികയും പോവുകയും ചെയ്തതാ. പക്ഷെ ആ മുടന്തന് സൗഖ്യം വരാത്തതിന്റെ കാരണം ഞാൻ നോക്കിയപ്പം അവരെ ചിലർ ചുമന്നുകൊണ്ട് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇന്ന് രാത്രിയില് ചുമന്നുകൊണ്ട് പോകാൻ ആരും ഇല്ലാത്തവര്
യേശുവിനോട് ചേർന്നിരിക്കാൻ കൂടെയുള്ളവരായി ഇന്ന് വൈകിട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നാൽ ഡ്യൂട്ടി സംബന്ധമായ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് കൂടെ നിൽക്കേണ്ടുന്ന ചിലർ സാഹചര്യ കാരണത്താൽ വരാതിരിക്കുന്നവരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരായിരിക്കുന്നത് തീർച്ചയായിട്ടും ശുശ്രൂഷയുടെ മേഖലയിലാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇതിനെ മനഃപൂർവ്വം ഉപേക്ഷയായി വിചാരിച്ച്, അല്ലെ, ചിലർക്ക് ഇതൊരു രീതിയാണ്. എന്ത്? സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത്. ഞാനല്ല, എബ്രായ ഭാഷ സംസാരിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. അപ്പോൾ ആ എബ്രായരോട് ആ ലേഖകൻ പറഞ്ഞതാണ്, ചിലർക്ക് ഇതൊരു രീതിയാണ്, സഭായോഗം ഉപേക്ഷയായി വിചാരിച്ച്. ഈ കൂട്ടായ്മ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ജീവിതം ശുഭകരമാകുന്നതും നമ്മുടെ ജീവിതം മനോഹരമാകുന്നതും എപ്പോഴാണെന്ന്, അല്ലേ? എപ്പോഴാണ്? സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ അവിടെ ശുഭവും മനോഹാരിതയുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അശുഭതകൾ മാറിപ്പോകുന്നത് ഈ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴാണ്. രണ്ട്, നമ്മുടെ ജീവിതത്തിലെ, അതായത് ഈ മനോഹരത്തിന്റെ ഓപ്പോസിറ്റ് വികൃതമായത്, നമ്മുടെ ജീവിതത്തെ വൈകല്യമാക്കുന്നത്, ഈ വികൃതവും വൈകല്യവുമായി ഇരിക്കുന്ന ജീവിതം മനോഹരമാകുന്നത് ഈ കൂട്ടായ്മയിലോട്ട് വരുമ്പോഴാണ്. അപ്പൊ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയ്ക്ക് നമ്മൾ എപ്പോഴും കടന്നു വരാം. എന്റെ ജീവിതത്തില് 2000-ലാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. ഈ 2026 ഈ 7-ാം മാസത്തിൽ വന്നപ്പോഴും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ 4 തവണയാണ് ഞാൻ സഭായോഗം ഉപേക്ഷിച്ചത്. എൻ്റെ അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ പോലും ഞാൻ ഈ സഭായോഗം ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. 4 തവണ ഉപേക്ഷിച്ചത്, ഒന്ന് യാത്രയിലായിരിക്കുമ്പോഴാണ്. പിന്നെ 3 തവണ പല അപകടങ്ങൾ പറ്റി അബോധാവസ്ഥയിലും, 1 തവണ 2 തവണ എൻ്റെ പാൻക്രിയാസും എൻ്റെ ലിവറും ഒക്കെ ഡാമേജ് ആയി എന്ന് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന 2 ആഴ്ച. അങ്ങനെ 4 ആഴ്ച 4 ആരാധന എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടിയിട്ടില്ല. അല്ലാതെ ഇതുവരെ ഒരു ആരാധന പോലും മുടങ്ങുവാൻ തമ്പുരാൻ എന്നെ അനുവദിച്ചിട്ടില്ല. കാരണം അതുകൊണ്ടാണ് വളരെ വൈകല്യമേറിയിരുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. വളരെ വികൃതമായ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഒരു മനുഷ്യനും നേരെയാക്കാൻ കഴിയില്ല എന്ന് മുദ്രകൾ കുത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഞാൻ ഡൽഹിയിൽ താമസിച്ചിരുന്ന എൻ്റെ മാമൻ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അന്ന് ഒസാമ ബിൻ ലാദനൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ മാമൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഒസാമ ബിൻ ലാദൻ പെന്തക്കോസ്തുകാരനായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എൻ്റെ അനന്തരവൻ ബിനു പെന്തക്കോസ്തുകാരനായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതുപോലെയുള്ള ഒരു വ്യക്തിത്വമാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരുടെയൊക്കെ സാക്ഷ്യം ഇതായിരുന്നു. അപ്പൊ ആരാലും നേരെയാക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ വിവാഹത്തിന് എൻ്റെ മാമനെ വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞത്, അവന്റെ വിവാഹത്തിന് ഞാൻ വരികയില്ല. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു ഉടായിപ്പായിരിക്കും. കാരണം ഇതിന് പല രീതിയിലുള്ള ഉടായിപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഉടായിപ്പാണ് ഈ മതം മാറ്റവും. ഒരു പക്ഷേ ഏതെങ്കിലും വീട്ടിലെ കാശുള്ള പെണ്ണിനെ കെട്ടാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടെയാക്കി ഇവ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ എന്തിനാ പോയി പാർട്ടിസിപ്പേറ്റ് ആകുന്നത്? എൻ്റെ കല്യാണത്തിന് പോലും അദ്ദേഹം വന്നില്ല. കാരണം എന്നെ അടുത്തറിയുന്നൊരു വ്യക്തിയായിരുന്നത് കൊണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുന്നത് യേശുവിന്റെ സാന്നിധ്യം മാത്രമാണ്. അപ്പൊ ഈ ഒരു സാന്നിധ്യത്തിലോട്ട് അടുത്ത് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരത്വം ഉണ്ടാകുന്നത്.
അതുപോലെ തന്നെ അശുഭത, അല്ലേ? ഒരുപാട് അശുഭതകളുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ. അവിടെ ചില മുറ്റത്ത് കൺവെൻഷനുകളും പിന്നെ അതുപോലെ ചില പവർ കോൺഫറൻസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായി കടന്നുപോയി. അശുഭതകൾ കൊണ്ട് മാത്രം ചുറ്റപ്പെട്ട ഒരു വീട്. അവർക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. എല്ലാം അപ്രതീക്ഷിതമായി അപകടപരമായിട്ട് സകലതും നശിച്ച ഒരു കുടുംബത്തിൽ കടന്നു പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അവിടെ ചെന്ന് അധികമൊന്നും പറയേണ്ട വന്നില്ല. ദൈവം എന്നിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള അനേക വിഷയങ്ങൾക്ക് അവർക്ക് ദൈവം മറുപടി കൊടുക്കുകയായി. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അശുഭതകളും എല്ലാ വികൃതമായതും മനോഹരവും ശുഭവുമാകുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട്ട് നാം അടുത്ത് വരുമ്പോഴാണ്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ ഞാൻ നല്ല ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തതായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എത്ര നല്ല സന്ദേശം തയ്യാറാക്കിയാലും പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുകയില്ല. എനിക്കറിയില്ല, ഇന്ന് രാത്രി ദൈവം ഈ ദൈവസഭയോട് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജ് ദൈവം എന്നിൽ തന്നു. ആ മെസ്സേജ് ഇന്ന് കൈമാറിയിട്ട് പോകാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം. നമുക്കൊക്കെ വളരെയേറെ സുപരിചിതമായ ഒരു വാക്യമാണ്. മാർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇത് യേശു ക്രിസ്തുവിന്റെ ആദ്യ ചുവടുവയ്പാണ്. കർത്താവ് തന്റെ ജീവിതത്തില് ശ്രേഷ്ഠമേറിയ ആ സമയത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്കറിയാം, 40 ദിവസം പരീക്ഷയ്ക്കായിട്ട് കർത്താവ് കടന്നുപോയി. ആ പരീക്ഷയൊക്കെ കടന്നു കഴിഞ്ഞ് അതെല്ലാം മറികടന്ന് വിജയിച്ച് പരീക്ഷകരെ തോൽപ്പിച്ച് വീണ്ടും മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്ന് തന്നോട് കൂടെ ഇരിക്കാനായിട്ട് ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഉദ്ദേശം മനുഷ്യരുടെ മധ്യത്തിൽ വിതയ്ക്കുവാനായി കർത്താവ് തുടങ്ങുന്നതിന് മുൻപ് ചിലരെ കർത്താവിന്റെ അരികിലേക്ക് വിളിച്ചതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ നമുക്ക് കാണുന്നത് ആദ്യം ഇങ്ങനെയാണ്: അവൻ ആഗ്രഹിച്ചവരെയാണ് തന്റെ അരികിലോട്ട് വിളിച്ചത്. ആദ്യമേ തന്നെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് ഒരുപക്ഷെ നമ്മളെ ആഗ്രഹിക്കാത്ത ആയിരക്കണക്കിന് ജനങ്ങളുണ്ടാകും. ചിലർക്ക് ഭർത്താവിനാൽ ആഗ്രഹിക്കപ്പെടാൻ ഭാഗ്യമില്ലാത്തവരുണ്ട്. ഭാര്യയാൽ ആഗ്രഹിക്കാതെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടമല്ലാത്ത മക്കളുണ്ട്. മക്കൾക്ക് ഇഷ്ടപ്പെടാത്ത അപ്പനും അമ്മയും ഉണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഏറെക്കുറെ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. പല ബന്ധങ്ങളും പല ആഗ്രഹങ്ങളും പല സ്നേഹവും എല്ലാം സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്: നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ഒരു നല്ല ദൈവമാണ് ക്രിസ്തു യേശു. അപ്പോൾ ഇവിടെ കാണുന്നത് എന്റെ ഹിന്ദി ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: जिसे वो चाहता था, जिन्हें वो चाहता था, उन्हें अपने पास बुलाया. അതായത് ചാഹത്ത് എന്നുള്ള വേർഡ് വളരെ പ്രേമപരവശമായ ഒരു ശബ്ദമാണ്.
അതായത് അഗാപ്പെ അല്ലെങ്കിൽ ദൈവ സ്നേഹം, അതിനകത്ത് മാനുഷികമായ ഒരു തുള്ളി പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് വളരെ പ്രേമപരവശമായി ഒരാളെ നമ്മൾ എപ്രകാരം ആഗ്രഹിക്കുന്നുവോ അതാണ് ഹിന്ദി. ഹിന്ദിയിലും അതിന് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഇല്ലാത്തത് കൊണ്ട് ഉറുദുവിൽ നിന്നായി വേർഡ് എടുത്തേക്കുന്ന ചാഹത്ത്, മൊഹബത്ത്, ഇപ്രകാരമുള്ള വേർഡുകളൊക്കെ ഉറുദുവിലാണ് ഉള്ളത്. പിന്നെ ഹിന്ദി ബൈബിൾ എനിക്കറിയാം നിങ്ങൾ ഒരു പക്ഷേ ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതിലൊക്കെ എങ്ങനെയാണ് ഈ വേർഡിനെ മനോഹരമാക്കി അവർ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തമിഴും മലയാളവും ഹിന്ദിയും ഒക്കെ എനിക്ക് അറിയുള്ളൂ കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 3 ഭാഷയും ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഈ 3ലുമുള്ള പ്രത്യേകത ഇതാണ്, ചാഹത്ത്. ഉറുദു വേർഡിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെ ഈ പ്രേമപരവശമായ ഒരു ശബ്ദമാണ് യേശു ക്രിസ്തു സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രികാലം ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ ആഗ്രഹിക്കുന്നോ അതിനേക്കാളൊക്കെ ആഗ്രഹത്തോടാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വലിയ ആഗ്രഹം എന്താണെന്ന്, എന്തിനാ ആഗ്രഹിച്ചെന്നും നമുക്ക് പിന്നീട് ഇങ്ങോട്ട് നോക്കാം. അവനെ ആഗ്രഹിച്ചവനെ അരികിൽ വിളിച്ചു. എന്തിനാ വിളിച്ചത്? ഒന്ന്, അവനോട് കൂടെ ഇരിപ്പാനാണ്, അവനോട് കൂടെ ഇരിക്കാൻ. നമ്മളെ ക്രിസ്ത്യാനിയാക്കാനോ അല്ലെ പെന്തക്കോസ്തുകാരനാക്കാനോ അതല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡോ അസംബ്ലി ഓഫ് ഗോഡോ ഒന്നും ആക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. പിന്നെ എന്തിനാ? അവനോട് കൂടെ ഇരിക്കാൻ. അപ്പോൾ യേശു ക്രിസ്തു ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാകണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ, ഈ ദൈവസഭയോട് ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതാണിത്. ഏതെങ്കിലും കാരണത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സ്വഭാവം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റിയിട്ട് യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. കാരണം കർത്താവിനോട് ചേർന്നിരിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എനിക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ വീക്ഷിക്കുന്നവർ കാണും. നിങ്ങൾ ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ ഇരുന്നായിരിക്കാം. നമ്മൾ ജോലി ചെയ്യണം, അത്യാവശ്യമാണ്. കുറെ സമയം ഞാൻ ഒരു സംഘടനയോട് ചേർന്നായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള സപ്പോർട്ട് നിന്നപ്പോ ഞാനും ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. ഞാൻ ജോലി ചെയ്തുകൊണ്ടായിരുന്നു സുവിശേഷ വേല കുറേ നാൾ ഞാനും ചെയ്തത്. കാരണം ചർച്ചിൽ നിന്നൊരു ഇൻകമോ അല്ലെങ്കിൽ ചർച്ചിൽ നിന്നങ്ങനെ ഒരു സ്വോത്രകാഴ്ച പോലും തരാൻ പറ്റാത്ത വിശ്വാസികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അവർക്കൊരു 5 കിലോ അരിയോ അല്ലെങ്കിൽ ഒരു 1/2 കിലോ പരിപ്പോ ഒക്കെ തരാൻ അവർക്ക് കഴിവുണ്ട്. പക്ഷെ പൈസ ഇല്ല. കാരണം അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടുന്നത് ഈ അരിയും പരിപ്പും ഗോതമ്പും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് തരും, പക്ഷെ പൈസ ഇല്ല. അപ്പൊ ഞാൻ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അന്ന് ഒരു മോൻ മാത്രമേ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ, മോള് കുഞ്ഞാ. അപ്പൊ കുഞ്ഞിന് പാല് വേണം, അങ്ങനെ മറ്റാവശ്യക്കാരൊക്കെ ഞങ്ങൾക്ക് വേണം. അപ്പൊ സഭയിൽ നിന്ന് അങ്ങനെ ഒരു വരുമാനമില്ല, തരാൻ വിശ്വാസികളും ഇല്ലാതെ വന്നപ്പോ ഞാനും ജോലിക്കിറങ്ങി. അപ്പൊ നമുക്ക് ജോലി ചെയ്യുക എന്നുള്ളത് ആവശ്യം തന്നെയാണ്. നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ശുശ്രൂഷയിലും അല്ലാതെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ട് ഞാൻ കുറെ നാൾ അവസാനം ചർച്ചിൽ നിന്ന് ഇൻകം വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ ജോലി ഞാൻ ഉപേക്ഷിച്ചത്. അപ്പോ ആ ജോലിയോടുള്ള ബന്ധത്തിലും ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. പലവിധമാകുന്ന പ്രശ്നങ്ങൾ അല്ലെ, നമ്മൾ പലപ്പോഴൊക്കെ ഹാനോക്കിനെയൊക്കെ നമ്മൾ എടുത്ത് പറയാറുണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ അതിലൊരു ഉദാഹരണമായി നമ്മൾ മാറണം. യേശുവിനോട് ചേർന്നിരിക്കുന്നവരെയാണ് യേശുവിന് വേണ്ടത്. കാരണം ഈ മണ്ണിൽ യേശുവിനോട് ചേർന്നിരിക്കുന്നവർ മാത്രമാണ് വിണ്ണിലും യേശുവിനോട് കൂടെ ഇരിക്കുന്നത്. അല്ലാതുള്ളവരെ വിണ്ണിലില്ല എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യം. വേണമെങ്കിൽ പല ഡോക്ട്രീൻസ് ഉണ്ടായിരിക്കാം, പലർ പഠിപ്പിക്കുന്ന മെത്തേഡ് വേറെ പലതുണ്ടായിരിക്കാം. പക്ഷെ ബൈബിള് പഠിപ്പിക്കുന്നത്
മണ്ണിൽ അവനോട് ചേർന്നിരിക്കുന്നവരൊക്കെയും പിന്നിലും അവനോടൊപ്പം ഇരിക്കും. അവരെ ഒരു നാളും അവൻ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവിടുകയില്ല. അപ്പോൾ ഈ മണ്ണിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. കാരണം മണ്ണിൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ മൺ രൂപത്തിലുള്ള ഈ ശരീരമാണ്. ഒരു ദിവസം ഈ ശരീരം നമ്മളെ കൈവിടും. ഈ ശരീരം നമ്മളെ കൈവിടുമ്പോൾ നാട്ടുകാർ എന്ത് പറയും? ബിനു മരിച്ച് പോയി, ബിനു പോയി. പിന്നെ കിടക്കുന്നതോ ഹിന്ദിക്കാരൻ പറയുന്നത് മെട്ടിയാണെന്നേ പറയുള്ളൂ. അവർ മണ്ണെന്നാ പറയുന്നത്, മെട്ടിപ്പടാത്ത. മരിച്ചു കഴിയുന്നവർക്ക് പിന്നെ പേരില്ല, ജാതിയില്ല, കുലമില്ല, വേറൊന്നുമില്ല, മണ്ണ് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ബോഡി, അതിന്റെ പേരൊന്നും വിളിക്കുന്നില്ല, അതിന് പേരില്ല. അപ്പോ ഈ മണ്ണിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിനോടൊപ്പമായിരിക്കാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ആഗ്രഹിച്ചു, അല്ലെ നമ്മെ കണ്ടു, അല്ലെ നമ്മെ വിളിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്നതിന്റെ പിന്നിലെ മുഖ്യമായ കാരണം എന്താണെന്നറിയാമോ? യേശുവിനോട് കൂടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു നമ്മളെ കാണുകയോ അല്ലെങ്കിൽ നാം യേശുവിനെ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് അവന്റെ അവസ്ഥയ്ക്ക് അന്ന് മുതൽ മാറ്റം വരാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ കണ്ണ് ആരുടെയൊക്കെ മേൽ പതിഞ്ഞിട്ടുണ്ടോ, അത് ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, മൃഗമായിക്കൊള്ളട്ടെ, വസ്തുവായിക്കൊള്ളട്ടെ, ഒരു സ്ഥലമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മൃഗമോ പക്ഷിയോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിന്റെ എല്ലാം സ്ഥിതി മാറുന്നതായിട്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ആരായാലാണ്. അപ്പോൾ ഇന്ന് രാത്രി, കാരണം യേശു നമ്മളെ കണ്ടിട്ടാണ് ഇന്ന് വൈകിട്ട് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള മുഖ്യ കാരണം നമ്മുടെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ ജീവിത രീതിക്ക് മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് യേശുവിന്റെ കണ്ണ് നമ്മെ കണ്ടത്. അപ്പോൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എന്ന്, ഈ മാർക്കോസിന്റെ ലേഖനം, ഇതിന്റെ സുവിശേഷത്തിൽ തന്നെ ഇതിന്റെ 5-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതെ, യേശു കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നവിടെ. പക്ഷെ ഞാൻ ആ അധ്യായം പലതവണ വായിച്ചു, പക്ഷെ അവിടെ എങ്ങും യേശു ആരെ കൽപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പലതവണ ഞാൻ വായിച്ചതാണ്, പക്ഷെ അവിടെ ഒന്നും യേശു ആരോടും കൽപ്പിക്കുന്നുമില്ല, ഒന്നും പറഞ്ഞു. അപ്പൊ പിന്നെ യേശു എന്തോ കള്ളം പറയുമോ എന്ന് അങ്ങനെ ഇരിക്കുക. ഞാൻ ഇതിന്റെ പിന്നീട് ഒരു ദിവസം ഇങ്ങനെ 4-ാം അധ്യായം കൂടി ഇങ്ങനെ വായിച്ചു വരുമ്പോഴാ അവിടെ യേശു ക്രിസ്തു ഒരാളോട് കൽപ്പിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ അപ്പൊ നമ്മളിവിടെ 5-ാം അധ്യായത്തിൽ കണ്ടല്ലോ, മുന്നമേ നിന്നോട് ഞാൻ കൽപ്പിച്ചിരുന്നു എന്ന്. അപ്പോൾ യേശു മുന്നമേ ഈ ബാലനെ കണ്ടിരുന്നു എന്നാണ്. ഈ യൗവനക്കാരനെ യേശു മുന്നമേ കണ്ടിരുന്നു. ഇവന്റെ പ്രത്യേകതകൾ നമുക്കറിയാം, അല്ലെ? അവൻ തുണി ഉടുക്കാറില്ല, നാട്ടുകാർക്കെല്ലാം ഒരു ശല്യമാണ്, വലിയൊരു അപമാനമാണ്. അതിലുപരിയായി അവിടെയുള്ള വലിയ കീഴ്ക്കാർക്കായിട്ടുള്ള മലകളാണ് ഈ ദക്കാപ്പൊലീത്തായ്ക്ക് ചുറ്റുമുള്ള പ്രത്യേകതകൾ അതൊക്കെയാണ്. അല്ലെങ്കിൽ ഈ ഗന്നസരത്തിന്റെ ചുറ്റലുമുള്ള അതിന്റെ പ്രത്യേകത അതൊക്കെയാണ്. വലിയ കീഴ്ക്കാർക്കായിട്ടുള്ള വലിയ മലകളാണ്. അപ്പൊ ഈ മലകളിലൊക്കെ ഇവൻ ഇങ്ങനെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചിലരെ സുന്ദരം എന്ന ദേവാലയത്തിന്റെ വാതിക്കൽ നിന്ന് ചുമന്നുകൊണ്ട് പോവുമായിരുന്നു. അതുപോലെ ഈ യൗവനക്കാരനെ എടുത്ത് ചുമന്നുകൊണ്ടാ ഓരോന്ന് ഓടുന്നത്. കാരണം അവനോട് പേര് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, എന്റെ പേര് ലഗ്യോൻ, അല്ലെങ്കിൽ 3000-നും 6000-നും ഇടയിൽ സംഖ്യമുള്ള അത്രയും സംഖ്യ ഉള്ള ഒരു ബറ്റാലിയന്റെ അല്ലെങ്കിൽ ഒരു റോമൻ ബറ്റാലിയന്റെ പേരാ ലഗ്യോൻ. 3000 മുതൽ 6000 വരെയുള്ള ഒരു ആർമി. ഞങ്ങൾ ആസോട്ടിൽ താമസിക്കുന്നത് PSC ക്യാമ്പിനടുത്തായിട്ടാണ്. ആ PSC ക്യാമ്പിന് ഒരു പേരുണ്ട്.
PSC ക്യാമ്പ് 3647 എന്നാണ് അവിടുത്തെ PSC ക്യാമ്പിന്റെ. അതിന് പിന്നെ ഒരു കോഡ് നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ അത് ആണ് ആ ബറ്റാലിയന്റെ പേരാണ്, അവിടെ അവരുള്ള തമ്പടിച്ചിരിക്കുന്ന ആ ക്യാമ്പിന്റെ പേരാണത്. ദ സെയിം വേ റോമൻസ് സമയത്ത് അവരുടെ സൈനികർക്ക് ഓരോ ക്യാമ്പിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 3000 മുതൽ 6000 വരെ ആൾക്കാർ തമ്പടിച്ചു വസിക്കുന്ന ഒരു ക്യാമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചാവടി, അല്ലെങ്കിൽ ഒരു ക്യാമ്പ്, ഒരു പോലീസ് ഏരിയ ഉണ്ട്. ആ ഏരിയക്ക് ഇടുന്ന അല്ലെങ്കിൽ ആ ബറ്റാലിയൻ ഇടുന്ന പേരാണ് ലഗ്യോൺ. അപ്പോൾ ഇവിടെ പറയുന്നത് 6000 വരെ ദുരാത്മാക്കളായിരുന്നു ഈ യൗവനക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതും അവനെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നതും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ യേശു ദൂരവേ വെച്ച് കണ്ടു. മറ്റുള്ളവർക്കൊക്കെ ഇവനൊരു കാഴ്ച വസ്തുവായിരിക്കാം, മറ്റുള്ളവർക്കൊക്കെ ഇവൻ ഒരു പക്ഷെ ഒരു ഭ്രാന്തനോ അല്ലെങ്കിൽ അതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം. പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് കർത്താവ് കണ്ടു. ഇന്ന് രാത്രി നമ്മളിൽ പലരും ഒരുപക്ഷെ മറ്റുള്ളവരുടെ കൺമുമ്പിൽ അയ്യോ ഇവൻ അങ്ങനെയാ, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയാ, അവളുടെ അകത്ത് ഇതുപോലെ കുറവുകളുണ്ട്, ഇവന്റെ അകത്ത് ആയിരക്കണക്കിന് കുറവുകളുണ്ട്, പലരും പറയത്തില്ല. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് പലരും നമ്മളോട് പറയത്തില്ല നമ്മൾ ആരാണെന്ന്. അപ്പൊ പാസ്റ്ററിൽ ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് പറയാം നമ്മളെന്തിനാ പോകുന്നത്, എന്നാലും സ്വന്തമായിട്ട് ഗുണപ്പെട്ടോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഒരുവിധപ്പെട്ട ദൈവസഭകളിലല്ല. കാരണം ഞാൻ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. എന്നാൽ പലരും എന്നോട് വന്ന് എൻ്റെ കുറ്റങ്ങൾ പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അവരെ എൻ്റെ തെറ്റുകൾ വന്ന് എന്നോട് പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപക്ഷെ എന്തെല്ലാം പ്രതിസന്ധികളുടെയും വലിയ പാറക്കൂട്ടങ്ങൾ പോലെയുള്ള കൂർത്തുമൂർത്ത വിഷയങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ളത്. അതിനെല്ലാം ചുമന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഭാരം ഭാര്യയോടോ അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഒരു വിശ്വാസിയോടോ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി നമ്മുടെ അയൽക്കാരനോടോ ഈവൻ നമ്മുടെ പാസ്റ്ററോട് പോലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഹന്ന. ഭർത്താവിനോട് ആദ്യമൊക്കെ പറയായിരുന്നു. അപ്പൊ ഭർത്താവ് ആശ്വസിപ്പിക്കാനല്ല, ഉള്ളിൽ നിന്ന് തന്നെ പറയുമായിരുന്നു, എടീ നിനക്ക് 1000 കുഞ്ഞിന് തുല്യമല്ലേ ഞാൻ. അവളുടെ വായടച്ചു. പിന്നെ ആ ഭർത്താവിനോട് അന്നേക്ക് പറയാൻ പറ്റിയല്ല, എനിക്ക് മക്കളില്ലല്ലോ എന്ന്. ഓരോ അയൽപക്കക്കാരും ചുറ്റുപാടുമുള്ളവരും കുത്തി കുത്തി നോവിപ്പിക്കുമ്പോൾ ആ നോവുന്ന ഹൃദയവുമായിട്ടാണ് ഹന്ന ചെന്ന് ദേവാലയത്തിന്റെ വാതിൽക്കൽ ചെന്നിരുന്നത്. പറയാൻ വാക്കുകൾ പോലും ഇല്ല. നമ്മളുണ്ട് ചിലർ അതുപോലുള്ള ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. മറ്റാരോടും പറയാൻ പറ്റത്തില്ല. അതിന്റെ നടുവിൽ കൂടെ എല്ലാം നമ്മെ ചുമന്നുകൊണ്ട് പോകുന്ന വലിയ വിഷയങ്ങളുണ്ട്, വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ പ്രതികൂല അവസ്ഥകളുണ്ട്. അതിന്റെ നടുവിൽ കൂടെയാ നമ്മളും യാത്ര ചെയ്യുന്നത്. നമ്മൾ ഒരുപക്ഷെ ഈ ചെറിയനായിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും നമ്മുടെ കർത്താവ് ദൂരമേ വെച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ വിചാരങ്ങളെ അറിയുന്ന നല്ല ദൈവമാണ്. ഈ ഉപവാസ പ്രാർത്ഥനയില് നമ്മൾ അറിയേണ്ട ഒരു സത്യാവസ്ഥയാണിത്. ഞാൻ ഏതവസ്ഥയിലാണോ ഈ അവസ്ഥയിൽ തന്നെ എന്നെ അറിയുന്ന ഒരു നല്ല ദൈവം. അപ്പൊ മറ്റുള്ളവർക്കെല്ലാം ഇവൻ ഭ്രാന്തന, മറ്റുള്ളവർക്കെല്ലാം ഇവനൊരു നഗ്നനായി നടക്കുന്ന അല്ലെങ്കിൽ ശവക്കല്ലറയിൽ ഉറങ്ങുന്ന ഒരുവനാ. അവന്റെ ഇരിപ്പും നടപ്പും ഒന്നും ശരിയല്ലെന്നേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പോയി ഇരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇന്ന് രാത്രി ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിൽ പലരും നമ്മുടെ വിഷയങ്ങളെയാണ് കാണുന്നത്. വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. എന്റെ മകന്റെ ദുശീലങ്ങളും അല്ലെങ്കിൽ മകളുടെ ദുഷ്പ്രവൃത്തിയും അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കക്കാരുടെ ഓരോ ക്രൂരതയും നമുക്കറിയാം. പക്ഷെ അതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഈ മുന്നമേ
പുതുമയുള്ള മദ്യപാനിയെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തെറി വിളിക്കുന്നവനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം. സഭയിൽ വരിയൊക്കെ ചെയ്യുന്നുണ്ട്, കയ്യടിക്ക് പാട്ടും അന്യഭാഷയൊക്കെ ഉണ്ട്, പക്ഷെ കയ്യിലിരിപ്പ് വേറെയാണ്. പലർക്കും അറിയാം, പക്ഷെ എങ്കിലും പറയത്തില്ല. പിന്നെ നമ്മളൊക്കെ കാണുന്നത് ആ വ്യക്തിയെ ആ രീതിയിലാണ്. അവൻ അങ്ങനെ ബ്രദറെ, അവനവിടെ നിന്ന് കാണും, മൈൻഡ് ചെയ്യണ്ട. ആ വ്യക്തിയെ നമുക്കറിയാം, പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ ദൈവസഭ ഈ രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം അറിയണം. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ സഭ എന്നുള്ള നിലയിലുള്ള വിടുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലും സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ വ്യക്തിയെ എല്ലാവരും കാണുന്നുണ്ട്. യേശു ദൂരമേ ദൂരമേ വെച്ച് കണ്ടു. തന്റെ ശിഷ്യന്മാരുമായിട്ട് അങ്ങോട്ട് പോവാ അല്ലെ. അങ്ങനെ 4-ാം അധ്യായത്തില് അതിന്റെ 35 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്. അന്ന് സന്ധ്യ ആയപ്പം പറഞ്ഞു. അപ്പൊ വലിയൊരു പുരുഷാരത്തെ വിട്ടിട്ടാ യേശു ക്രിസ്തു പോകുന്നത്. നോക്കിയോടെ, വലിയൊരു പുരുഷാരത്തെ വിട്ടിട്ടാ യേശു പോകുന്നത്. അതെ അതെ അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോ കർത്താവ് പോകുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് അറിയാം ഈ പോക്കിൽ എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ അമരത്ത് പോയി കർത്താവ് ഇരുന്നത്. കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എല്ലാവരും ഒന്നും പോകണ്ട, നമുക്ക് അറിയുന്നത് കൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കുമ്പോൾ അവിടെ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസും അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കപ്പൽ ഛേദം ഉണ്ടായിട്ടതായിട്ട് അറിയാം അല്ലേ. ഈ കപ്പൽ ഛേദം ഉണ്ടായപ്പോൾ വലിയ തിരകളൊക്കെ ഉണ്ടായി. ആദ്യം തകർന്നത് എന്താണ്? അമരം. മനസ്സിലായോ? അപ്പോൾ ഈ കപ്പൽ ഛേദം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം തകരുന്നത് ഈ അമരമാണ്. നമ്മുടെ ജീവിതത്തില് തകർച്ചയുണ്ടാകാൻ സാധ്യതയുള്ളത് എവിടെയെന്ന് കർത്താവിന് മുന്നമേ അറിയാം. നമ്മുടെ ഈ ജീവിത യാത്രയിൽ ആദ്യം തകരാൻ പോകുന്നത് എവിടെയാണെന്നും നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 27 മുതൽ താഴോട്ടുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അപ്പോൾ ആദ്യം തകരുന്നത് അമരമാണ്. അപ്പോൾ ഈ തകർച്ചയുണ്ടാകുന്ന സ്ഥലത്ത് യേശു ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും തകർച്ചയുണ്ടാകത്തില്ല. കാരണം എല്ലാ തകർച്ചയെയും പിളർച്ചയെയും മാറ്റി അതിനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ നല്ല ദൈവമാകുന്ന യേശു ക്രിസ്തു. ഇപ്പോൾ ആ തകർച്ച ഉണ്ടാകുന്ന സ്ഥാനത്ത് യേശു ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇത് സംഭവം. കപ്പൽ തകർന്നില്ല, തകരാതെ ഇതിങ്ങനെ മുന്നോട്ട് പോവുക. ശിഷ്യന്മാരാവുന്ന ശ്രമിച്ചു. നമുക്കറിയാം അവർ മുക്കുവരാണ്, അവർക്കറിയാം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ഒക്കെ. അപ്പൊ ചെയ്തു കഴിഞ്ഞ് അതെല്ലാം നോക്കിയിട്ടും പറ്റാതെ വന്നപ്പോഴാണ് ചെന്ന് കർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞത്, കർത്താവേ ഞങ്ങൾ നശിക്കാൻ പോവാ, ഇനി വേറെ ഒരു രക്ഷയില്ല. അപ്പൊ കർത്താവ് ഉടനെ എഴുന്നേറ്റു. അടുത്ത 38 അതെ ഉണർത്തി. അതെ, അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു. അടങ്ങുക. കാറ്റമർന്നു, കടലും ശാന്തമായി. അപ്പോൾ ഈ പ്രശ്നം എവിടായിരുന്നു? കടലിലാണ്. നമ്മൾ നോക്കുമ്പോൾ, ഞാനത് മുമ്പേ പറഞ്ഞത്, നമ്മൾ പ്രശ്നമേ കാണാറുള്ളൂ. പ്രശ്നത്തിന്റെ പിന്നിലെ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു എഴുന്നേറ്റ് കടലിനെ അല്ല ശാസിച്ചത്. യേശു ഉണർന്ന പാടെ യേശു പ്രശ്നത്തെ അല്ല, പ്രശ്നത്തിന്റെ കാരണക്കാരനായ കാറ്റിനെയാണ് കർത്താവ് കണ്ടത്. ആ കാറ്റിനെ കണ്ടപ്പോൾ ആ കാറ്റിനെയാണ് കർത്താവ് ശാസിച്ചത്. കാരണം ക്രിസ്തു
ക്രിസ്തുവിനെ നന്നായി മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ്, ഈ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പോരാട്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷയമുണ്ടെങ്കിൽ അതൊരു 4 ഏരിയയിലായിരിക്കും. എഫെസ്യർ എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ ഒന്ന് വാഴ്ചയുണ്ട്, അധികാരമുണ്ട്, ഈ ലോകത്തിന്റെ പൈശാചിക ശക്തിയുണ്ട്, പിന്നെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. അപ്പൊ 4 ഏരിയയുണ്ട്. ഈ 4 ഏരിയയാണ് നമുക്കെതിരെ പോരാട്ടമുള്ളത്. ഒന്ന്, ഒരു വാഴ്ച. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വാഴ്ചയെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പറഞ്ഞായിരുന്നു ഈ അമ്പലത്തില് മുസ്ലിംസ് മുസ്ലിംസ് അവരുടെ ചുറ്റു സർക്കാർ അവരുള്ള ഏരിയ ഒരു പോകുന്നത്. ഇതെന്താണെന്നറിയാമോ? സംഭവം എന്താണെന്നറിയാം? ഇതൊരു വാഴ്ച ശക്തിയാണ്. ഇത് ഞാൻ വാഴുന്ന സ്ഥലമാണ്, ഇത് എന്റെയാണ്, എന്റെ അധീനതയിലാണ്, എന്റെ അവകാശത്തിലാണ്. ദൈവമക്കളത് മനസ്സിലാക്കണം. എനിക്കൊന്ന് നമ്മളെല്ലാവരോടും ഷെയർ ചെയ്തില്ല, ഞാൻ ദൈവദാസനുമായിട്ടാണ് ഷെയർ ചെയ്തത്. ഈ ഒരു വാഴ്ചയുണ്ട്. അപ്പൊ അവരോരോ ഏരിയ ഉണ്ട്, ഏരിയ ബൈ ഏരിയ. ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോ എൻ്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളുടെ മോളുടെ കല്യാണം, പാവപ്പെട്ടവരാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഈ കല്യാണത്തിന് ഓഡിറ്റോറിയം ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതൊരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലാണ്. പണം വന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എൻ്റെ അച്ഛനുമായിട്ട് വളരെ അടുത്ത ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ NSSന്റെ പ്രസിഡന്റായിട്ട് അവിടെ ശാഖ പ്രസിഡന്റ്. ഇപ്പൊ എന്നോട് ഞങ്ങൾ അണ്ണൻ വന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുറച്ച് പൈസ കൊടുത്താൽ മതിയാണ്. ഞാൻ പറഞ്ഞാൽ എന്താ പോവാം, കാരണം എൻ്റെ അച്ഛൻ്റെ നല്ല അടുത്ത സുഹൃത്തും കൂടാ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പോയി സംസാരിക്കാം. ഞാൻ ചെന്ന് കണ്ടു, അണ്ണനെ കണ്ടു, നമസ്കാരമൊക്കെ പറഞ്ഞു. ഏതാ മോനെ നീ? ഞാൻ പറഞ്ഞ ഇന്നാളുടെ മോനെ. അത് ശരി, നിന്നെ ഒത്തിരി നാളായാലും കണ്ടിട്ട് എന്താ മക്കളെ വന്നത്? ഞാൻ പറഞ്ഞു ഇതുപോലാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണം. അതിന് ഓഡിറ്റോറിയം വേണം. ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനുള്ള നോക്കൊന്നും ഇല്ല അവർക്ക്. പിന്നെ എന്താ പോലെ വേണ്ടേ? നമ്മുടെ NSSന്റെ ആ ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, അതിനകത്ത് വരാനുള്ള ആൾക്കാരെ ഉള്ളൂ, അതിനകത്ത് വെച്ച് നടത്താൻ. 2ാം വിവാഹം, ആദ്യത്തെ ആളങ്ങ് മരിച്ചുപോയി, അങ്ങനെയുള്ള 2ാം വിവാഹം. അതിനെന്തായിക്കോട്ടെ, നമ്മൾ എന്താ എത്ര രൂപ തരണം, കാരണം അതിനനുസരിച്ചാണ്. അവിടെ നീ ഒന്നും പറഞ്ഞില്ല മക്കളെ, ഒന്നും വേണ്ട. അവർ നടത്തിയിട്ട് അവിടെ വൃത്തിയാക്കുന്ന തൂപ്പുകാരുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറയൊക്കെ കൊടുത്താൽ മതി. അല്ല നമ്മൾ വെറുതെ അടഞ്ഞു കിടക്കുമല്ലേ, ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കറിയാം, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ പോയി രജിസ്റ്ററൊക്കെ ഒപ്പിടണം. ആ ഒപ്പിടിയിൽ കർമ്മത്തിന് എവിടെ വെച്ച് നടന്നോ അവിടുത്തെ ഒരു രേഖ, ഒരു എഴുത്തോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആ കരയോഗത്തിന്റെ അവിടുത്തെ ചെന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ ഇവിടെ ഇതാണ്, ഇതിന്റെ മേലെ ചെല്ലണം. അതിന്റെ ഓഫീസ് മൈനാഗപ്പള്ളിയിലാണ്. ഞങ്ങളുടെ ശാസ്താംകോട്ടയാണ് വീട്. അപ്പൊ മൈനാഗപ്പള്ളി പോകണം. അപ്പൊ മൈനാഗപ്പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അവിടെ നിന്നല്ല, നമുക്ക് മൈനാഗപ്പള്ളിയിൽ നിന്ന് സാധനം തരും, പക്ഷെ കരുനാഗപ്പള്ളിയിലാണ് അതിന്റെ ബ്രാഞ്ച് ഏരിയ ഓഫീസ്. തിരുവനന്തപുരത്തു നിന്നുള്ള സീലടിച്ച് എല്ലാം കൊണ്ട് കരുനാഗപ്പള്ളിയിൽ വരും. അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ തരുന്നത്. ഒരു 3-4 ദിവസം സമയമെടുക്കും. ഞാനൊരു കാര്യം മനസ്സിലാക്കി, അവർക്ക് കൊണ്ട് ഓരോ
ആസ്ഥാനത്തെ ഒരു ചെറിയൊരു ഏരിയ, അതിൻ്റെ മേളിൽ വലിയൊരു മൈനാപ്പള്ളി സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ മുകളിൽ ഒരു കരുനാഗപ്പള്ളിയിൽ അതിലും വലിയൊരു സർക്കിൾ. പിന്നീടാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ ആത്മലോകത്തിലും ഇതുപോലെയുള്ള പല പല മേഖലകളുണ്ട്. ദൈവസഭ ഇത് അറിയണം. അതുകൊണ്ടാണ് യേശുവിനോട് കൂടെ ഇരിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവന്റെ പ്രവർത്തന രീതി എന്താണെന്ന് ദൈവസഭ നന്നായി അറിയണം. നല്ലപോലെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനോട് കൂടെ ഇരുന്ന് സുഖമമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് സൗഖ്യം വരും, ചിലപ്പോൾ നമുക്ക് സമ്പത്ത് കിട്ടും, ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടും, ചിലപ്പോൾ നമുക്ക് വേറെ നല്ല നന്മയുടെ വഴികളൊക്കെ തുറന്നു വരും. അതുകൊണ്ടൊന്നും ആയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ മണ്ണിൽ നാം കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോഴാണ് വിണ്ണിലും നമുക്ക് അവനോട് കൂടെ നടക്കാനുള്ള അധികാരമുണ്ടാകും. അപ്പോൾ അതിന് എതിരെ പ്രവർത്തിക്കുന്ന ഈ ഒരു 4 ഏരിയയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാ? ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്, വാഴുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിൻ്റെയൊക്കെ മേളിൽ? ഭൂമിയിലും ഭൂമിയിൽ ചലിക്കുന്നതൊക്കെയും ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷവും അതിൽ പറക്കുന്നതും പിന്നെ അതിന് മുകളിലുള്ള ആകാശവിധാനങ്ങളും ദൈവം നമുക്ക് മനുഷ്യർക്ക് തന്നു. മനുഷ്യർ ഈ 4 ഏരിയയും വാഴണം എന്നാണ് ദൈവത്തിന്റെ കൽപ്പന. കാരണം ഈ 4 ഏരിയയും വേറൊരാൾ വാണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ വാണുകൊണ്ടിരുന്നവന്റെ മുകളിൽ ഒരു രാജാവായി വാഴുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും തന്റെ സമാനതയിലും സൃഷ്ടിച്ച് ഈ ഭൂമിയിലോട്ട് ദൈവം ഇറക്കി വിട്ടത്. ഈ 4 വാഴ്ച കേന്ദ്രങ്ങളുണ്ട്. ഇതിന്റെ 4ന്റെയും മുകളിൽ വാഴണം. ആദ്യത്തെ ഹവ്വയെ കണ്ടപ്പോ തന്നെ ഈ നേരത്തെ വാണോണ്ടിരുന്ന ഒരു കാര്യം പിടികിട്ടി, ഇവരെന്തിനാ വന്നേന്ന്. അദ്ദേഹം ചെയ്തു, ഈ വാഴാൻ വന്നവരെ പാപത്തിലങ്ങ് വീഴ്ത്തിക്കളഞ്ഞു. വീട് കഴിഞ്ഞാൽ പിന്നെ അവന് വാഴാനുള്ള യോഗ്യതയില്ല. അപ്പൊ ഏതെങ്കിലും ഒന്നിലങ്ങ് വീഴ്ത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷണ കാര്യത്തിൽ തന്നെ യേശുവിനെ പരീക്ഷിക്കാൻ പോയപ്പോൾ ആദ്യ പരീക്ഷണം എവിടെയായിരുന്നു? അപ്പം അല്ലേ? നല്ലൊരു വിശപ്പൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ എഴുതിയേക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല, നല്ല ഫ്രണ്ട്ലി ആയിരിക്കാം. പക്ഷെ അത് എപ്പോഴും ഇടപെടുന്നത് നമ്മൾ വിചാരിക്കുന്നത് 2 വലിയ കൊമ്പും ഒരിട ടിവിയുടെ പരസ്യം പോലെ വലിയ പല്ല് ഇതിനുള്ള നാക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വരുമെന്ന് അല്ലല്ല. പക്ഷെ അതിന്റെ എപ്പോഴും ഡീലിങ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. 2 വിശ്വാസികൾ തമ്മിൽ ഇടപഴകുന്ന ആ സ്നേഹത്തിനേക്കാൾ ഡീപ്പായിട്ടാണ് പിശാച് നമ്മളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വരുന്നത്. അത് നല്ല സാഹചര്യം നോക്കും, നല്ല സിറ്റുവേഷൻ നോക്കും. അങ്ങനെയാണ് ഒരു വിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പാസ്റ്ററുമായിട്ടോ ഒക്കെ ഡീലിംഗ് നടക്കുന്നത്. പണ്ടായിരുന്നു ഈ പേടിപ്പിക്കുന്ന, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് അല്ലേ, ഈ ഒരു വലുത്തുപോക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, അതൊക്കെ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് വലിയൊരു ട്രിവാൻഡ്രത്തുള്ളൊരു ചർച്ചിലാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോ പാസ്റ്റർ സത്യം പറഞ്ഞാൽ 3 വട്ടം ചോദിച്ചു, കോട്ടേജ് മീറ്റിംഗ് ഉണ്ടോ, എവിടെങ്കിലും ഉണ്ടോ, ആരെങ്കിലും കോട്ടേജ് മീറ്റിംഗ് ആവശ്യമുള്ളവരായിട്ട്. ഏകദേശം 800-ലധികം വിശ്വാസികളൊക്കെ ഉണ്ട്. ആർക്കും വേണ്ട. ഞങ്ങളവിടെ 3 വർഷമായി സഭയില്ല. പക്ഷേ കോട്ടേജ് മീറ്റിംഗ് മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നടക്കുന്നു. എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഏകദേശം ഈ അടുത്തല്ല, ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള ഒരുവിധപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം ഓൾറെഡി പാക്ഡ് ആണ്.
കാരണം ദൈവസഭയ്ക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു. പണ്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരുപാട് കാവുകൾ ഇപ്പൊ ഉണ്ടോ എന്താ? പണ്ട് ഈ മാടൻ മറുത ഇതൊക്കെ അടിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്റെ വീട്ടിൽ ഏകദേശം ഒരു 16-17 പശുക്കളുണ്ടായിരുന്നു. പലപ്പോഴും ചിലതൊക്കെ കുറ്റി പൊട്ടിച്ചിട്ട് പോകും. ഈ മാടനും മറുതയും വരുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? അടിച്ച് മനുഷ്യനെ അടിച്ചിടുവാൻ എന്നൊക്കെ പറയും. മാടൻ അടിച്ചതാണ്. ഒരുപാട് മരണവും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഈ വരുത്തു പോക്കിന്റെ ഇടയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ വീട്ടില് ഈ കക്കൂസും കുളിമുലയൊക്കെ വീടിന് വെളിയിലാണ് അല്ലേ? അത് അന്നത്തെ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത അതാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം വീടിന്റെ വെളിയിൽ, ഭക്ഷണം വീടിനകത്തുമായിരുന്നു. പക്ഷെ ഇന്ന് ഭക്ഷണം വെളിയിലും കക്കൂസും കുളിമുലിയൊക്കെ അകത്തുമാണ്. അപ്പോ അന്ന് ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യമാണ്. ഓക്കെ. പക്ഷെ ആ ഒരു സിസ്റ്റം ഇപ്പൊ ഞങ്ങൾ രാത്രിയിലൊക്കെ ചിലപ്പോൾ 9-10 മണിയൊക്കെ കഴിയുമ്പോൾ ഇന്നൊക്കെ നേരത്തെ അത്താഴം ഒഴിച്ചിട്ട് കയറി കിടക്കും. കാരണം വെളുപ്പിനെ എഴുന്നേക്കണം, പശുവിന് പുല്ലിറക്കാൻ പോകണം, ആടിന് തോലോട്ടിരിക്കാൻ പോകണം, ഒത്തിരി ജോലിയുണ്ട്. പിന്നെ മുറ്റമടിക്കണം എല്ലാവർക്കും. വലിയൊരു വീടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വെളുപ്പിനെ 5 മണിയെങ്കിലും പിള്ളേരെല്ലാം ഉണർന്നിരിക്കണം. 4 മണിക്ക് ശേഷം ഞങ്ങൾ ആരും ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല ചെറുപ്പത്തിൽ. കാരണം രാവിലെ 4 മണി കഴിഞ്ഞാൽ മുതൽ വീട്ടിൽ ജോലിയോട് ജോലി, ഒരുപാട് ജോലിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു വീടായതുകൊണ്ട് എനിക്ക് ഈ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അറിയാം. അപ്പൊ ആ വീട്ടില് ഞങ്ങളായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ ഈ പശു ഇതൊക്കെ ഇങ്ങനെ കയർ പൊട്ടിച്ച് പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടില് 2 മാസത്തിൽ 2 ദിവസം, ഞാനത് പറയുന്നതിന്റെ പിന്നിലെ കാരണം ആ 3000 മുതൽ 6000ന്റെ കണക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് അമാവാസിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങത്തില്ലായിരുന്നു. വിശേഷിച്ച് മക്കൾക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒന്ന് പൗർണമിയുണ്ട്. പൗർണമിക്കാണ് ഈ തെരളിയൊക്കെ വെച്ച് വലിയ പരിപാടിയാണ്. പിന്നെ ഒരു പ്രത്യേക പൗർണമി ദിവസമാണ് നാഗത്തുള്ളലൊക്കെ ഉള്ളത്. ഞങ്ങൾ തുള്ളിയിട്ട് തമ്പുരാട്ടി വന്ന് പാല് മുത്തി തിരികെ പോകുന്നത് വരെ ഞങ്ങൾ തുള്ളുമായിരുന്നു. കാരണം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന്, നല്ലൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാമല്ല, പക്ഷെ അതിൻ്റെ മേൽ വാഴുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തൊക്കെയാണ് ജീവിച്ചു വന്നത്. കാരണം പിന്നീട് ഞാൻ ദൈവഭാഗത്തോട്ട് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പണ്ടൊക്കെ ദൈവസഭകളിൽ 2 മീറ്റിങ്ങുകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരുന്നു. ഒന്ന് കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു, വേറെ ഒന്ന് മുഴുരാത്രി പ്രാർത്ഥന. അതെല്ലാ സഭയിലും ഉണ്ടായിരുന്നു. ഈ 2 നടത്തുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒന്ന് അമാവാസി നോക്കിയായിരിക്കും. കാരണം അപ്പുറത്തുള്ള വീടുകളിൽ കോഴിയെയും മറ്റുള്ളവരെയൊക്കെ കുരുതി കൊടുക്കുമ്പോൾ അതിന്റെ ഒന്നും ശക്തി ദേശത്ത് വ്യാപരിക്കാതിരിക്കാൻ സഭ ഒന്നിച്ചു മുഴങ്കാൽ മടക്കുകയും ദേശത്ത് വിടുതൽ. അങ്ങനെയാണ് അതെല്ലാം കൂട്ടപ്പെട്ടത്. എന്തിനാ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, ബിനു വാഴമുട്ടം യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കാത്ത മനുഷ്യനാണ്. അതിന്റെ കാരണം വലിയ ഒരു അധർമ്മം അല്ലെങ്കിൽ ഒരു അനൈതികമായ ഒരു പ്രവൃത്തി അവർ ചെയ്തു അല്ലെ? വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന ഒരു പ്രവൃത്തി. അയോധ്യയിൽ വലിയൊരു കൊള്ളയും ഇതൊക്കെ നടന്ന് നമുക്കറിയാം. അത് കേരളത്തിലെ മക്കളുടെ മുമ്പിൽ നിന്ന് കണ്ണടച്ചിടാൻ വേണ്ടിയിട്ട് ഒരു മര്യാദാ പുരുഷന്റെ സ്വത്ത് കൊള്ളയടിച്ചത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി
ഒരു മര്യാദയുള്ള ഒരു ബിനു വാഴമുട്ടത്തിനെ ഇവരെല്ലാവരോടും ചേർന്ന് കുറ്റവാളിയാക്കി കുരിശിൽ തൂക്കി. അതായത് അവിടുത്തെ വലിയ കൊള്ള ഈ കേരളത്തിൽ ആർക്കും പാട്ടായിട്ട് അറിയാതിരിക്കാൻ വേണ്ടി. കാരണം ഞാൻ ഉത്തർപ്രദേശിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ ഇതിനേക്കാളും വലിയ വിഷയങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവരാരും ഇത് അറിയരുത്, അതിനു വേണ്ടിയിട്ട്. എനിവേ, അത് അവരുടെ ഒരു പ്രവൃത്തിയാണ്, അവർ ചെയ്തുകൊണ്ടത്. നമുക്കതിൽ പങ്കാളിയാവണ്ട. പക്ഷെ നമ്മുടെ മാംസത്തിന് മാംസവും രക്തത്തിന് രക്തവുമാകുന്ന ഒരു സഹോദരനെ ഇതുപോലെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ വിഷമം ഉണ്ടാകും. അത് ഈ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവസഭ പലപ്പോഴും ഉറങ്ങുമ്പോഴാണ് ശത്രു വന്ന് വിത്ത് വിതയ്ക്കുന്നത്. ശത്രു വന്ന് വിത്ത് വിതയ്ക്കുന്നത് അതുപോലെയുള്ള സമയത്താണ്. അപ്പൊ ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസഭയിലായിരിക്കുമ്പോൾ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലരൊക്കെ ഉപവസിക്കുന്നത്. എന്റെ നന്മ, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ വീട്, എന്റെ മക്കള്, എന്റെ ആവശ്യങ്ങള്. ഇന്നത്തെ ദൈവസഭയുടെ ഏറെക്കുറെയൊക്കെ ഉപദേശം അതിനു വേണ്ടിയിട്ടാണ്. ഉപവാസം. പക്ഷെ സഭാ ചരിത്രത്തിൽ നിന്നും പിതാക്കന്മാരിൽ നിന്ന് പഠിച്ചതുമാകുന്ന അനേക കാര്യങ്ങൾ ഇവിടെ പിതാക്കന്മാർ ഉള്ളതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലുമുണ്ട്. ആയിരക്കണക്കിന് പിതാക്കന്മാര്. അവരുടെ പോരാട്ട രീതി, അവരുടെ അടുത്തു പോയി ഇരുന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഇരുന്നത് പോലെ പ്രായമുള്ള മുതിർന്നവരുടെ അരികിൽ പോയി ഞാനും ഇരിക്കും. ഈ പോരാട്ടത്തിൽ അപ്പച്ചന്റെ കാലത്ത് എങ്ങനെയാണ് അവർ ജയിച്ച് മുന്നേറി വന്നത്, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാം വേദപുസ്തക അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ 3000 മുതൽ 6000 പേര് ഒരുമിച്ച് വാഴുകയാണ് ഇവന്റെ മേല്. അപ്പോൾ ആലോചിച്ചോണം അവരുടെ കൂട്ടായ്മയുടെ ഒരു ബലം. ഒരു ചർച്ചില് 3 പാസ്റ്റേഴ്സ് ഒരുമിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പാസ്റ്റർ എഴുന്നേറ്റ് മറ്റേ പാസ്റ്ററെ കുത്തും, അല്ലേ? 3-4 പാസ്റ്റേഴ്സ് ഉള്ള ഒരു ചർച്ചിൽ പോയി നോക്കണം. നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച പോയ 10-800-ലധികം വിശ്വാസികളുള്ള വലിയൊരു ചർച്ചിലാണ് ട്രിവാൻഡ്രത്ത്. വേറെ ആർക്കും മനസ്സിലായെങ്കിൽ പാസ്റ്റേഴ്സിന് അറിയാം. ഒരു പാസ്റ്റർ വേറൊരു പാസ്റ്ററെ കുത്തുമ്പോൾ പാട്ട് പാടിയതിനകത്ത് ചേർച്ചയില്ലാതെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയെങ്കിൽ അതിന് കയറി വെട്ടും. പാസ്റ്റർ സംസാരിച്ചതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വാക്ക് തെറ്റിയാൽ അടുത്ത പ്രസംഗം വരുമ്പോൾ അതിനകത്ത് കയറി പാസ്റ്റർ പൂർണ്ണമായിട്ടും ചാമ്പി കളിക്കും. അത് 2-3 പാസ്റ്റേഴ്സ് ഉള്ളിടത്തെ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കൂടെ 27 പേരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങൾ ഒരേ ചർച്ചിൽ. അതുകൊണ്ട് എനിക്കറിയാം എന്തിനധികം ഒരു വീട്ടിൽ 2 പെണ്ണുങ്ങൾ പോലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? വിശ്വാസികളുടെ വീട്ടിൽ കാര്യം. ഒരു മരുമോളും ഒരു നാത്തൂനും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ 2 പേരെ കല്യാണം കഴിഞ്ഞതായിരിക്കണമെന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒരു 25 ദിവസം ഒരുമിച്ച് അവർക്ക് താമസിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നാത്തൂനും വേണം, മരുമോളും, അതായത് മോളും മരുമോളും 2 പേരും കല്യാണം കഴിഞ്ഞവരായിരിക്കണം. ആരെങ്കിലും വീട്ടിലുള്ള മാസം ദിവസം 2 പേരും ഒരുമിച്ച് താമസിക്കുന്നത് ഇല്ല. ഒരു 25 ദിവസം ഒരുമിച്ച് താമസിച്ച് നോക്കിയേ. 25 ദിവസം മതി, ഒരു മാസം പോലും തികച്ചു വേണ്ട. ഒന്നെങ്കിൽ മോള് പിണങ്ങി പോകും, അല്ലെങ്കിൽ മരുമോൾ അടി ഉണ്ടാക്കി ഇറങ്ങി പോകും. എന്തെന്നറിയാമോ? ഈ കൂട്ടായ്മയുടെ ബലം അവർക്ക് അറിയത്തില്ല. ഇവിടെ 6000 പേരാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കുന്നത്. അപ്പൊ കൂട്ടായ്മ ആരോട് നമുക്ക് പഠിക്കണം? നിങ്ങൾ പഠിക്കണ്ട, പക്ഷെ അവരുടെ കൂട്ടായ്മയുടെ ആ ഒരു മെത്തേഡ് നോക്കണം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഈ കൂട്ടായ്മയുടെ ഈ ഒരു കാരണം അവർക്ക് മനസ്സിലാകാത്തത് ഇതുകൊണ്ടാണ്. യേശുവിനോട് കൂടെ ഇരിക്കാൻ, അപ്പൊ യേശുവിനോട് കൂടെ ഇരിക്കാൻ ഇവർ തയ്യാറല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന സഹോദരനോടോ സഹോദരിയോടോ കൂടെ വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിലർക്ക് ചിലരെ വീട്ടിൽ കേട്ടുന്നതേ ഇഷ്ടമല്ല. ചില പാസ്റ്റർ ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നത്, ഹലോ ബ്രദറെ,
അടുത്ത ആഴ്ച പ്രാർത്ഥന മറ്റേ പുള്ളിയുടെ വീട്ടിൽ വെച്ചാണ്. എൻ്റെ പാസ് പോകാനല്ലേ കൊണ്ടൊക്കെ ഞാൻ വരുന്നില്ല. അയാളുടെ സ്വഭാവം എനിക്കറിയാം. എപ്പോഴും ആ മറ്റേ പഴയ സ്വഭാവം, മോശം സ്വഭാവമാണ്. അങ്ങനെ വീട്ടിലേക്ക് ആരോ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് പാസ് ആണല്ലോ, അതൊക്കെ പോക്കും. ഞാൻ വരത്തില്ല, ദയവ് ചെയ്ത് അങ്ങനെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിക്കല്ലേ. ഇവിടെ അങ്ങനെ ആരും ഇല്ല. വേറെ സമയം എനിക്ക് ഉണ്ടായിരിക്കാം. യേശുവിനോട് കൂടെ ഇരിക്കുമ്പോൾ ഉള്ള പ്രത്യേകതകളാണ് ഇതൊക്കെ. യേശുവിനോട് കൂടെ ഇരിക്കാത്തവരുടെയും പ്രത്യേകത. അവർക്കിങ്ങനെ വേർതിരിവോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാകാൻ പാടുമില്ല. അതുകൊണ്ട് ഈ തിരുവത്താഴത്തിന് മുമ്പേ നമ്മളെല്ലാം വായിക്കുന്നല്ലേ ഈ 11-ാം അധ്യായം കൊരിന്ത്യരുടെ അല്ലേ? ഇതിങ്ങനെ വായിക്കുമ്പോ അതിനകത്ത് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ കാര്യം കൊണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയുക, പറയരുത് നിങ്ങളെ കുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന്. അതിനകത്ത് അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴോട്ട് വായിച്ചാൽ നമുക്കറിയാം. ഒന്ന് കൊരിന്ത്യർ 11:17 മുതൽ. പക്ഷെ ആദ്യം വായിച്ചെന്തായിരുന്നു? വായിച്ചില്ല, പറഞ്ഞെന്തായിരുന്നു? നമ്മൾ ഒന്നിച്ച് സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് ശുഭവും എത്ര മനോഹരമാണെന്ന്. പക്ഷെ പുതിയ നിയമത്തിലൂടെ വന്നപ്പോഴത്തേക്ക് ആ കൺസെപ്റ്റേ മാറി. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ. പക്ഷെ നമ്മുടെ സഭയിൽ ഉണ്ടോ അങ്ങനെ? അതിന്റെ കാരണം എന്താ? അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത് ആദ്യത്തെ പ്രശ്നം ഇതാ, നിങ്ങളുടെ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയില് ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുക മാത്രമല്ല, അതില് ഏതാനും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലൻ പറയുക, അപ്പൊ ഇങ്ങനെയുള്ള കൂടിവരവ് ഒരിക്കലും നന്മയ്ക്കല്ല, അത് തിന്മയ്ക്ക് അത്രയും കാരണമാണ്. പക്ഷെ ഞാൻ കുറെ നാളായിട്ട് സഭയിൽ പോവാ, ഒരു എഴുമ്പേറ്റം ഇല്ലതേ. ആ സഭയൊക്കെ മാറാൻ പോവാന്, ആ പാസ്റ്ററെ മാറ്റണം. ഞാൻ അടൂരൊരു ദൈവസഭയിൽ പോയി. ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ലാസ്റ്റ് ആ ഒരു റോയിൽ ഇരിക്കുന്ന ഒരു 10-12 പേര് തിരുവത്താഴത്തിൽ പങ്കാളിയായില്ല. ഞാൻ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്ററോട് ചോദിച്ചു, അവരൊക്കെ എന്തടേ ഈ തിരുവത്താഴത്തിൽ പങ്കാളിയാവാൻ? കാരണം ഞങ്ങളുടെ അവിടുത്തെ തിരുവത്താഴത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ മെതയുടെ പല ഗ്രാമത്തിലും എനിക്ക് തിരുവത്താഴം കൊടുക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ട്രാക്ടർ വിളിച്ച് അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് ഇവരെല്ലാം കൂടെ ഗ്രാമത്തിന് വെളിയിൽ വരും. ഏതെങ്കിലും ഒരു പാലത്തിന്റെ കീഴിലോ ഏതെങ്കിലും ഒരു മരത്തിന്റെ വലിയൊരു ആൽമരത്തിന്റെ ചോട്ടിലോ ഒക്കെ ഞങ്ങൾ വന്ന് നിൽക്കും. എന്നിട്ട് ഞാൻ ബൈക്കിൽ അവിടെ തിരുവത്താഴമായിട്ട് ചെല്ലും. അവർ ഇറങ്ങി വരും, ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി വരും. 5 മിനിറ്റേ ഉള്ളൂ. ആള് കൂടി ആൾക്കാർ അറിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് തിരുവത്താഴം കൊടുത്ത് അവരെ പറഞ്ഞായിരിക്കും 5 മിനിറ്റ് കൊണ്ട്. അധികം പേര് കാണത്തില്ല, 40-45 പേര് കാണും. കാരണം ഒരു സഭയിലെ ആൾക്കാരാ. അതുപോലെ 127 ഹൗസ് ചർച്ചസാണ് ഉള്ളത്. ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ? തിരുവചനത്തിൽ നിന്നൊരു സത്യം ഞാൻ ഗ്രഹിച്ചു. എന്റെ മാംസം കഴിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവനിൽ ജീവനില്ല എന്ന്. അപ്പൊ ദൈവസഭ ജീവിക്കണമെങ്കിൽ ഈ തിരുവത്താഴത്തിൽ പങ്കാളികളായിരിക്കണം. പക്ഷെ അത് വ്യവസ്ഥ പ്രകാരമായിരിക്കണം. അപ്പൊ ചർച്ച് ഡ്രൈ ആകുന്നത്, ചർച്ച് മുരടിച്ചു പോകുന്നത്, ചർച്ച് നശിച്ചു പോകുന്നത് ഈ തിരുവത്താഴത്തിൽ പങ്കാളികളാകാതെ വരുമ്പോഴാണ്. ഇതിന്റെ
ശരിക്കും ആ ഒരു മഹത്വം ദൈവസഭ മനസ്സിലാക്കണം. പക്ഷെ അവരുടെ ലാസ്റ്റ് ഡ്രോയിലുള്ളവരാരും ഇച്ചിരി പ്രായമുള്ളവരുണ്ട്, എല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ടവരാ. ഞാൻ ഇപ്പോഴും അസോസിയേറ്റ് പാസ്റ്ററോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? അവര് പറഞ്ഞ, ഈ പാസ്റ്റർ മാറുന്നത് വരെ ഞങ്ങൾ തിരുവത്താഴത്തിൽ പങ്കാളികളാവുകയില്ല. പാസ്റ്ററുമായിട്ട് ഉടക്കാം. അപ്പോൾ ഈ കൂടിവരവ് കൊണ്ട് ഇവരെന്താ പ്രാപിക്കുന്നത്? നന്മയാണോ തിന്മയാണോ? ഇവർ ചെയ്യുന്ന തിന്മ, നിബോധന പറയുന്നു, ഒരാൾ ശവത്തിൽ തൊട്ടിട്ട് പിന്നെ ഒരാൾക്കൂട്ടത്തിൽ പോയാൽ ആ ആൾക്കൂട്ടം ഒക്കെയും പഴയ നിയമപ്രകാരം എന്താണ്? അവൻ അശുദ്ധമാക്കും. ഒരു ഋതുമതിയായ സ്ത്രീയെ അല്ലെങ്കിൽ മാസമുറ ഉള്ള ഒരു സ്ത്രീയെ തൊട്ടിട്ട് ആൾക്കൂട്ടത്തിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് അന്നൊക്കെ എന്തോ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിലും വീട്ടിലുണ്ടായിരുന്നു. എന്റെ കുഞ്ഞമ്മയൊക്കെ പ്രായമായപ്പം, അവരുടെ പ്രായമാകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു ചരിപ്പ് പോലെയുണ്ട്. അവരൊക്കെ അതിന് പോയി താമസിക്കാൻ പാടുള്ളൂ. അവരുടെ തുണി അവിടെ ഇടാൻ പാടുള്ളൂ. പെരയ്ക്കകത്ത് കയറ്റിക്കൂടാ. അവര് കയറത്തുമില്ല. അവരടുക്കളയിൽ കയറില്ല. ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കർത്താവ് അതെല്ലാം മാറ്റി. ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിയമ വ്യവസ്ഥ പ്രകാരം ഇങ്ങനെയായിരുന്നു. ഈ രീതികളിൽ നിന്നെല്ലാം ആ കർത്താവ് നമ്മളെ വിടുവിച്ച് തന്റെ കൂടെ ഇരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിസ്റ്റങ്ങളും സിസ്റ്റമാറ്റിക് ഓരോ ഓരോ രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ കൂട്ടായ്മ നമ്മൾ ഒന്നൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. ഒന്നാമത്. രണ്ടാമത്, അതും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഈ കൂട്ടായ്മയുടെ കാര്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാൻ എന്നോട് പറഞ്ഞത്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, യേശുവിനോട് കൂടെ ഇരിക്കാൻ, കൂട്ടായ്മ ആചരിക്കാനാണ് നമ്മളെ വിളിച്ചത്. ഓക്കെ, ഒന്നാമത് നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം കൂടെ ഉണ്ട്. ഭിന്നപക്ഷം. ചിലര് പൗലോസിന്റെ പക്ഷം, ചിലര് അപ്പൊല്ലോസിന്റെ പക്ഷം, ചിലര് യേശു ക്രിസ്തുവിന്റെ പക്ഷം, ചിലര് പാസ്റ്ററുടെ പക്ഷം, ചിലര് ഒരച്ചായന്റെ പക്ഷം, മറ്റു ചിലര് ഒരമ്മമ്മയുടെ പക്ഷം. ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ ഭിന്നത വന്നാൽ പിന്നെ ആ സഭയിൽ നന്മയല്ല ഉണ്ടാകുന്നത്. പിന്നെ ആ കൂടിവരവ് കൊണ്ട് ആ സഭയിലെ പിളർപ്പും നാശവും. അത് മാത്രമല്ല, താഴോട്ട് വരുമ്പോൾ വായിക്കുന്നത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇങ്ങനെ വന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കഴിയുമ്പോൾ 29ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അല്ല, 29 സിസ്റ്റർ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കായികയാൽ ഈ ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അക്കാരണത്താൽ നിങ്ങൾ പലരും ബലഹീനരാണ്. ഈ ദൈവസഭ ബലഹീനതയിൽ കൂടെ കടന്നു പോകുന്നതിന്റെ പിന്നിലെ കാരണം ഇതാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടെ തിരുവല്ലയിൽ വലിയൊരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നൊരു ചർച്ച ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ഓരോ പാസ്റ്റേഴ്സിനെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നത് സായിപ്പിന്റെ. അപ്പൊ അവിടെ പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഒരു മോർണിംഗ് ഡിവോഷനിൽ പോയി ഡിവോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വരും കേട്ടോ, ക്രിസ്ത്യാനികളായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ പേഷ്യൻസ്. ഒരുപാട് പേരെ കാണും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഏറ്റവും കൂടുതൽ
ദൈവസഭയിലുള്ള ആൾക്കാരാണ് അവിടെ ഈ തെക്കും തിരക്കും ഉള്ളത്. ഓക്കെ, പ്രസവത്തിന് വന്നവരുണ്ട്, കയ്യോ കാലോ ഒടിഞ്ഞ് വന്നവരുണ്ട്, ഓക്കെ, അവരോട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അല്ലാതെ രോഗികളായിട്ടുള്ള മാറാരോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അനേകരുണ്ട്, ബലഹീനരായിട്ടുണ്ട്, ദുർബലരായിട്ടുള്ളവരുണ്ട്, രോഗികളുണ്ട്, മരണകാരണമായ ശിക്ഷാവിധി പോലെ അനുഭവിക്കുന്നവരുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്താ? ദൈവസഭയൊക്കെ ചിന്തിച്ചു നോക്കുന്നത് അല്ലെ? പ്രാക്ടിക്കലായി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോലിയാത്തിനെ ദാവീദിനെയായിട്ട് നിങ്ങളെ കൈയടിപ്പിക്കാൻ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു പാസ്റ്ററാണ്. നിങ്ങൾ ഒറ്റ മനുഷ്യനെ ഈ കസേരയിൽ ഇരുത്താതെ തുള്ളിപ്പിക്കാൻ വേണമെങ്കിലും പറ്റും. അവിടെ ബിനുവിന്റെ ബുദ്ധി മതി. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമെന്നില്ല. അപ്പോ നമ്മൾ ഇതുപോലെയുള്ള ഇവിടെ ഈ കൊരിന്ത് സഭയിലെ ഒരു കാര്യം കാണിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം ഇതാ, നിങ്ങൾ ഉടക്കും വഴക്കും ഭിന്നപക്ഷവും ഒക്കെ ആയിട്ടങ്ങ് ജീവിക്കുക. എന്നിട്ട് വന്ന് ഈ തിരുവത്താഴത്തിലും പങ്കാളികളാണ്. ആയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നിങ്ങളിൽ നിർബലരാകുന്നു, രോഗികളാകുന്നു, പിന്നെയോ പാസ്റ്ററിന് പറഞ്ഞേ പറ്റൂ നിദ്ര കൊള്ളുവാന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടതാ, അവിടുത്തെ 2 ഗുണ്ടകളുണ്ടായിരുന്നു. ആ ഗുണ്ടകളില് അനിയൻ ഗുണ്ട വിളിച്ച് മാന്യത ഉള്ളവനാണ്, പക്ഷെ ചേട്ടൻ ഭയങ്കര ക്രൂരനാണ്. അനിയൻ ഒരു ദിവസം മരിച്ചു. കാരണം അപ്പനും അമ്മയൊക്കെ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ശവമടക്കം വാസന പോയേ പറ്റൂ. ശവമടക്കം പോകുമ്പോൾ പറഞ്ഞേ പറ്റൂ, അപ്പം മഹാ നെറിയട്ടവനും വൃത്തികേടവനും ഉള്ളവനുമാണ് ഈ ചത്തത്. ഈ കരയ്ക്ക് നിൽക്കുന്ന ജ്യേഷ്ഠൻ ഇവനേക്കാൾ ക്രൂരനാണ്. അവിടെ ഈ അടക്കാൻ ചെന്ന പാസിന്റെ ഗതി ഒന്ന് ആലോചിച്ചു. എന്തെങ്കിലും നല്ല കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് പറയാം, ഇവിടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുണ്ട്, ഈ ജ്യേഷ്ഠനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനായ ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് ഈ ലോകം വിട്ട് പോയത് എന്ന് പറഞ്ഞ് അദ്ദേഹം അടക്കി പോകുന്നതാണ് കഥ. പലരും മരിച്ചു കഴിഞ്ഞിട്ട് കയ്യിലിരിപ്പ് കൊണ്ട് ഇതുപോലെ മരിച്ചു കഴിഞ്ഞിട്ട് സെൻട്രൽ പാസിന് കാശ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം ഇതുപോലെ പ്രസംഗിച്ചേ പറ്റൂ. കയ്യിലിരിപ്പ് കാരണം ചത്തു എന്ന് പറയാൻ പറ്റില്ല. വ്യവസ്ഥയില്ലാതെ തിരുവത്താഴത്തിൽ പങ്കാളിയായി ഇവൻ വ്യവസ്ഥകേടിന് വിരോധമായി ജീവിച്ചത് കൊണ്ട് ഇങ്ങനെ ലോകം വിട്ടു പോയി. അവരുടെ മക്കളോട് ചോദിച്ചാൽ പറയും, ഒരുപാട് വാഗ്ദത്തങ്ങൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു പാസ്റ്റർ. ഒരുപാട് ദൈവിക വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ തവണയും കഴിഞ്ഞ മാസവും ഒരു പ്രവാചകൻ വീട്ടിൽ വന്ന് അതുപോലുള്ള പ്രവചനം തന്നതായിരുന്നു. പക്ഷെ നിറവേറുന്നതിന് മുമ്പ് എന്റെ അപ്പച്ചൻ പോയി, എന്റെ ഭർത്താവ് പോയി. അതായത് സമയത്തിന് മുന്നമേ നിദ്ര കൊള്ളുന്നു. പാസ്റ്ററിനെ എന്ന് പറഞ്ഞേ പറ്റൂ, കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്തൊരു സുഹൃത്തല്ല, നിങ്ങൾ ഒത്തിരി പ്രായമുള്ളതാണ്, പക്ഷെ സംസാരത്തിന് നിങ്ങൾ ആത്മീയമായ കാര്യങ്ങളൊക്കെ നന്നായി ചർച്ച ചെയ്യും. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു CSIയിലെ അച്ഛൻ, CSI പള്ളിയിൽ. അദ്ദേഹത്തിന്റെ മകൻ ബെഞ്ചമിൻ മോസസ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ പ്രാസംഗികനും നല്ലൊരു ടീച്ചറാണ് അദ്ദേഹം. ഇപ്പൊ പോയപ്പോഴും ഞാനും ഫേബയും മോളുമായിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. സാറിനെ ഒന്ന് കാണുന്നത് അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു വന്യദേഹമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ്, ബിനു, എൻ്റെ അച്ഛൻ CSI പള്ളിയിലെ അച്ഛനായിരുന്നു, എൻ്റെ പപ്പ. അദ്ദേഹം ഓരോ ചൊല്ലി സ്വർഗത്തിലോട്ട് അയച്ചവരെല്ലാം സ്വർഗത്തിലുണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് നരകത്തിൽ പോകുന്നതാണ്. കാരണം നരകത്തിൽ പോകാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല, എൻ്റെ അച്ഛൻ ചൊല്ലി വിട്ടവരെല്ലാം സ്വർഗത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ ഷേപ്പ് എന്നോ ആയിരിക്കും. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ന് പറയുന്നവരാണ് നമ്മുടെ പാസ്റ്റേഴ്സിന് ഗതികേടുകൊണ്ട് പലയിടത്തും പറഞ്ഞേ പറ്റുള്ളൂ, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു എന്ന് കയ്യും കെട്ടി നിന്ന് പറഞ്ഞേ പറ്റുള്ളൂ.
നിങ്ങളിൽ പലരും കൂടി വരുന്നത് നന്മയ്ക്കല്ല, തിന്മയ്ക്കത്രേ. കാരണം കൂടെ ഇരിക്കാൻ കർത്താവ് വിളിച്ചു. കൂടെ ഇരിപ്പാനാണ് കർത്താവിന്റെ ആഗ്രഹം. ആ കൂടെ ഇരിക്കുന്നവരായി ഈ ഉപവാസ പ്രാർത്ഥന 7 ദിവസവും കർത്താവിന്റെ കൂടെ ഇരുന്ന് നോക്കിയേ. എന്നാ അനുഗ്രഹമായിരിക്കും അറിയാമോ ഈ ഉപവാസ പ്രാർത്ഥന? നമ്മുടെ കുടുംബത്തിലുള്ളവരും പറയും, ദൈവസഭയിലുള്ളവരും പറയും, ചുറ്റുവട്ടത്തുള്ള ജനങ്ങളും പറയും, ആ ഉപവാസ പ്രാർത്ഥനയിൽ ഇവന്റെ ജീവിതത്തിൽ ചിലത് സംഭവിച്ചു എന്ന്. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയായി മാറണം ഈ ഉപവാസ പ്രാർത്ഥന. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് ബുദ്ധി ഉപദേശിച്ച് തന്ന ഒരു സന്ദേശമാണിത്. ഈ ബുദ്ധിയെ കൈക്കൊണ്ടാൽ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിനും ദൈവനാമ മഹത്വത്തിനും ഈ ചെറിയനാട്ട് ദൈവസഭ സാക്ഷികളായി. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയായി മാറണം നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന. കർത്താവിനോട് കൂടെ ഇരിക്കുന്നത്. ദിവസം പറഞ്ഞല്ലോ, അടിയും ഇടിയും ചവിട്ടും ജയിലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുവാന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിന്റെ ഏറ്റവും മുഖ്യമായ കാരണം എന്റെ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പൊ ആ സാന്നിധ്യത്തിൽ ഇരിക്കാനാ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മള് ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? ഈ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദേഹത്ത് റബ്ബർ കയറാൻ പറ്റും. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്താൽ ദേഹത്ത് ഗ്രീസ് പറ്റും. നമ്മൾ വയലിൽ ജോലിക്ക് പോയാൽ ദേഹത്ത് ചെളി പറ്റും. ഇവിടെ കർത്താവ് സുവിശേഷം പറഞ്ഞപ്പോ കർത്താവിനെ കുരിശിലേറ്റിയെങ്കിൽ ഇന്ന് സുവിശേഷം പറയുന്ന എന്നെ നിന്നെ ആൾക്കാർ തല്ലും. അത് സ്വാഭാവികമാണ്. അതും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചും നടന്നുകൊണ്ടല്ല. അതെന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം. അവന്റെ വേദനയിൽ ഒരല്പം, അല്ലേ, ഒരു നഖപൂര പോലും എന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് അനുഭവിച്ച വേദനയുടെ ഒരല്പം പോലും ഇല്ല. ഈ കൈയൊക്കെ ഒടിഞ്ഞതിലോ അല്ലെങ്കിൽ ദേഹത്ത് തല്ല് കിട്ടിയതിലോ അല്ലെങ്കിൽ നെഞ്ചാമൂടി ഇടിച്ചു പറിച്ചതിലോ ഒന്നും അത്രയും വേദനയൊന്നും ഇല്ല. ആ തലയിൽ കയറിയ ഒരു മുള്ളിന്റെ വേദന പോലും ഞാൻ അനുഭവിച്ചതില്ല. അപ്പോൾ ആ മുള്ളിന്റെ എങ്കിലും വേദന അനുഭവിക്കാൻ കിട്ടുന്നത് എന്റെ ജീവിതത്തിലെ ഭാഗ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ലഭിക്കുന്നത് നല്ലത് തന്നെ എന്ന് വിചാരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വേദനിക്കണമെന്നല്ല. സകല വേദനയിൽ നിന്ന് മുക്തരായി തന്നെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ ഉപവാസ പ്രാർത്ഥന അങ്ങനെ തന്നെ ആകട്ടെ. ദൈവസഭയിൽ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. അപ്പോൾ ഈ കൂട്ടായ്മയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു സഭയിൽ 3 പാസ്റ്റേഴ്സ് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. ഒരു കുടുംബത്തിൽ 2 പെണ്ണുങ്ങൾ ഒരുമിച്ചിരിക്കുകയല്ല. പക്ഷെ ഈ ഒരു ശരീരത്തിൽ എത്ര ദുരാത്മാക്കൾ ഒറ്റ കെട്ടായിട്ടിരിക്കും. ആലോചിച്ച് നോക്കി. അപ്പൊ ദൈവസഭയിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആയിരിക്കുന്നത്? ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇവനെ വലിച്ചുകൊണ്ട് ഈ കല്ലറയിൽ നിന്നും മലമുകളിലേക്ക് ഓടുന്നതും അവിടെ നിന്ന് വലിച്ച് ഓടിക്കൊണ്ട് അവന്റെ ദേഹമെല്ലാം ചതയ്ക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ. കാരണം ഈ ശരീരം ദൈവത്തിന്റെ ആലയം. കാരണം ഈ ഇടിച്ചു കീറുന്നവൻ അറിയത്തില്ല ഇതിന്റെ വേദന. പക്ഷെ ഉള്ളിലിരുന്ന് ഞരങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഉടയനായ കർത്താവിനറിയാം ഇവന്റെ ശരീരത്തിലെ വേദന എന്താണെന്നുള്ളത്. അതുകൊണ്ടാ യേശു ദൂരമേ വെച്ച് അവനെ കണ്ടു. അതുകൊണ്ടാ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ഈ ആൾക്കൂട്ടത്തിനെ എല്ലാം വിട്ടിട്ട്, കാരണം അവന്റെ നിലവിളി ദൂരെ വെച്ച് കേട്ടു എന്റെ കർത്താവ്. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു കേട്ടു എന്നും അവരുടെ കണ്ണുനീർ കണ്ടു കണ്ടു എന്ന് പറയുന്ന അതേ കർത്താവ് തന്നെയാണ് ഈ യൗവനക്കാരന്റെ നിലവിളിയും കേട്ടത്. അവന്റെ അലച്ചിലും ഓട്ടതും കണ്ടത്. അതുകൊണ്ടാ ഈ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ഞാൻ അവരോട് നേരത്തെ കൽപ്പിച്ചിരുന്നു.
അവൻ കാറ്റിനെ ശാസിച്ചു. കാരണം ഈ അതിര് വിട്ട്, ഈ ഓരോന്നിനും ഓരോ അതിരുണ്ട്, ഓരോ അതിര്. ആ അതിരിലാണ് ഇവന്റെ എല്ലാം കുടിയിരിപ്പുള്ളത്. ഞാനതാ പറഞ്ഞത്, അതിര് വെക്കുന്ന ശക്തികൾ പറഞ്ഞില്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞെന്ന് തോന്നുന്നു, ചില സ്ഥലങ്ങളിൽ എഴുതി വെച്ചേക്കുന്നു, ഗവൺമെന്റ് എഴുതി വെച്ചിട്ടുണ്ട്, അപകട സാധ്യത കൂടിയ മേഖല, ദയവായി പതുക്കെ പോവുക. എന്തുകൊണ്ടാണ്? അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് ആക്സിഡന്റ് അവിടെ വാഴുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ അപകടം ഉണ്ടാവുന്നത്, ഒരു കാരണവുമില്ലാതെ. ദൈവസഭയ്ക്ക് കിട്ടിയ അധികാരമാണ് അവിടെ വാഴുന്ന ആ വാഴ്ചയെ ദൂരീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ അവിടുത്തെ വാഴ്ചയുടെ കാര്യം പറയാനാണ്. ശാസ്താംകോട്ട ഏരിയ വാഴുന്നൊരു വാഴ്ചയുണ്ട്, അതിനപ്പുറത്ത് ഒരധികാരമുണ്ട്. മൈനാപ്പള്ളി ഏരിയ, കരുനാഗപ്പള്ളി ഏരിയ ഒക്കെ കവർ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലുണ്ട് തിരുവനന്തപുരം മുതൽ കേരളം മൊത്തം അടക്കി ഭരിക്കുന്ന ഈ ഭൂമിയെ വാഴുന്ന ഒരു രാജശക്തിയുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലുണ്ട് ഒരു സ്വർഗത്തിലെ ദുഷ്ടാത്മ സൈന്യമുണ്ട്. ഇതിനെതിരെ പോരാടാനാണ് കർത്താവ് നമ്മളെ കൂടെ ഇരിക്കാൻ വിളിച്ചത്. അല്ലെങ്കിൽ ഇത് നാലും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും കുട്ടിച്ചോറാക്കി നശിപ്പിക്കുന്നത് കർത്താവിന് കാണാൻ, അതായത് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ സ്നേഹിക്കുന്ന ദൈവം നമ്മെ ചേർത്ത് നിർത്താൻ. അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ സ്നേഹമില്ലാതെ ഈ മണ്ണിൽ നാം ജീവിക്കുകയാണെങ്കിൽ, ഈ മണ്ണിൽ നിന്ന് പോയാലും നമുക്ക് കർത്താവിനോട് കൂടെ ഇരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നാം മാത്രമല്ല, നമ്മുടെ ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും നമ്മുടെ സ്നേഹിതരും നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ള മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഈ യേശുവിനോട് കൂടെ ഇരിക്കണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. ഒരു ദൈവ പൈതലിന്റെയും ആഗ്രഹം അതായിരിക്കണം. അപ്പോൾ യേശു ദൂരെ വെച്ച് ഇവനെ കണ്ടു. യേശു തന്റെ ശിഷ്യന്മാരുമായി വന്നു. ഇതുവരെയുള്ള അവന്റെ ജീവിതം തുണി ഉടുക്കാതെ, ചങ്ങലയ്ക്ക് കെട്ടാൻ കഴിയാതെ, ശരീരത്തിൽ മുറിവ് വരുത്തി നശിപ്പിച്ച ഒരു ശരീരത്തിന്റെ ഉടമ, എപ്പോഴും വേദനയും കണ്ണുനീരും നിലവിളിയുമായി ജീവിച്ചിരുന്ന ഒരുവൻ. പക്ഷെ യേശുവിന്റെ അരികിൽ വന്നപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. യേശു ഒരുവിനെ കണ്ടാൽ, ആ കണ്ടവൻ യേശുവിന്റെ അരികിലേക്ക് വന്നാൽ അവന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. അവൻ ഇതുവരെ തുണി ഉടുക്കാതെ നടന്നവൻ അപ്പോൾ തന്നെ തുണി ഉടുത്തു. ശരീരം ചതച്ചുകൊണ്ടിരുന്നവൻ മനസ്സിലായി, ഇനി ഈ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കേണ്ടതാണെന്ന്. അതുകൊണ്ട് അവൻ ചോദിച്ചത്, കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ. ഒരു മനുഷ്യനെ ദൈവം കണ്ടു. രണ്ട്, ഒരു മൃഗത്തിനെ യേശു ദൂരമേ വെച്ച് കണ്ടു. നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. മത്തായി 21:2. അതിനെ അഴിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അത് മാത്രം. അതിനടുത്ത വാക്യം കൂടെ, അഥവാ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക, ഈ കഴുതയെ അഴിക്കുവാണെങ്കിൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. തക്ഷണം ആ നിമിഷത്തിൽ തന്നെ അവര്. അപ്പം യേശു മുന്നമേ കണ്ടതാണ്. ഞാൻ ആലോചിച്ച്, എന്തിനാ ഈ കഴുത ഇവിടെ കെട്ടിയിട്ടേക്കുന്നേ? എന്തിനാണെന്നറിയാമോ? അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പോകണം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തില് അതിന്റെ 13-ാമത്തെ വാക്ക് വായിച്ചാൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും ഈ കഴുത എന്തിനാ ഇവിടെ കെട്ടിയിട്ടേക്കുന്നത്.
കാരണം ഇന്ന് രാവിലെ പപ്പയെ ഞാനോട് സംസാരിച്ച കൂട്ടത്തില് ഈ പരീക്ഷന്മാരെ കുറിച്ചും ഈ ശാസ്ത്രിമാരെ കുറിച്ചും ഞങ്ങൾ തമ്മിൽ പറയുമായിരുന്നു. പരീക്ഷന്മാര് നിയമം കഠിനമാക്കുകയും എന്നാൽ ശാസ്ത്രിമാർ അതിനെ ഒരല്പം ലളിതമാക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥാപിത ജീവിതമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. അപ്പൊ മോശ എഴുതി കൊടുത്ത നിയമങ്ങളിൽ ഒരു നിയമമാണ് ഇവിടെ നമ്മളിവിടെ കാണുന്നത്. എന്താ ഇവിടെ എഴുതിയേക്കുന്നത്? കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും നിങ്ങൾ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അഥവാ നിങ്ങൾ അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്തൊടിച്ച് അതിനെ കൊന്നു കളഞ്ഞേക്കണം. കാരണം ദൈവത്തിന് പ്രയോജനമില്ലാത്തവന് പിന്നെ ഇവര് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലെന്നേ. കാരണം ദൈവം റിജക്റ്റ് ചെയ്തതാണ് കഴുതക്കുട്ടിയെ, അതിന്റെ കടിഞ്ഞൂലിനെ. ഇനി വേണ്ട, വിശുദ്ധ നഗരത്തിനകത്തേക്ക് അതിനെ കയറ്റുക പോലും പാടില്ല. കഴുതയും നായും വേശ്യയും വിശുദ്ധിയുള്ള ഇതിനോട് ഒന്നിനോടും അടുക്കരുത്. അത് പഴയ നിയമത്തിലും അത് തന്നെ, പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ. പക്ഷെ ആ നിയമങ്ങളെല്ലാം കർത്താവ് മാറ്റിയതിനാൽ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ കഴുതയുടെ ആൺകുഞ്ഞിനെ നിനക്ക് കടിഞ്ഞൂലിനെ വീണ്ടെടുക്കണമെങ്കിൽ അതിന് പകരം ഒരു ആടിനെ കൊടുക്കണം, ഒരു ആട്ടുകുട്ടിയെ കൊടുക്കണം. കൊടുത്തെങ്കിൽ ഇതിനെ വീണ്ടെടുക്കാം, ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം. ഇപ്പൊ ശാസ്ത്രിമാരൊക്കെ പറഞ്ഞു, പാവപ്പെട്ടവർക്ക് ജനിക്കുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഒരു ശബത്ത് മുതൽ അടുത്ത ശബത്ത് വരെ നമുക്ക് അവന് കൊടുക്കാം. അതിനെ ഏതെങ്കിലും ഒരു നാൽക്കവലയിൽ കുറ്റിയടിച്ച് കെട്ടാം. അതുവഴി കടന്നു പോകുന്ന ആർക്കെങ്കിലും ഈ കഴുതയെ ആവശ്യമുണ്ടെങ്കിൽ അവര് തിരികെ വന്നൊരു കുഞ്ഞാടിനെ പകരം കൊടുക്കാം. കൊടുത്തിട്ട് കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഒരു ശബത്ത് വരെ ജീവിച്ചിരിക്കാനുള്ള അവകാശം ആ നിയമത്തിൽ നിന്നൊരു ഇളവ് വരുത്തി കൊടുത്തു. അത് ബൈബിളിലില്ല, നമ്മുടെ ഹിസ്റ്ററി വായിച്ചാൽ നമുക്കറിയാം. വീട്ടിൽ പോയി വായിച്ചു മനസ്സിലാക്കാം. അപ്പോ അങ്ങനെ ശാസ്ത്രിമാരാൽ ഇളവ് വരുത്തിയ അനേക നിയമങ്ങളിൽ ഒരു നിയമമാണിത്. അപ്പൊ ഒരു ശബത്തിന് ഇനിയും ദിവസമുണ്ട്. ബൈബിൾ വായിച്ചാൽ നമുക്കറിയാം, ഒരു ദിവസം കൂടെ ഉണ്ട്. നാളെ ആ ശബത്ത്. ആ ശബത്തിന്റെ തലേന്നാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, കഴുത്തൊടിഞ്ഞ് ചാകാനായി ഒരുക്കപ്പെട്ടൊരു കഴുതക്കുട്ടി ദാ ഒരിടത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് യേശു പറയുന്നത് തന്റെ ശിഷ്യന്മാരോട് പോയി അതിനെ അഴിച്ചുകൊണ്ട് വരാൻ. നാൽക്കവലകളിലെല്ലാം അല്ലെ, എത്രയോ സ്ഥലത്ത് നാണം കെട്ട് പിശാച് കുറ്റിയടിച്ച് കെട്ടിയിരുന്ന ഒരു ജീവിതമായിരുന്നെന്നറിയാമോ എന്റെ ജീവിതം? എനിക്കറിയത്തില്ല, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ യേശു എന്നെ കണ്ടതുകൊണ്ടാ ഇന്നും ഞാൻ ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ ഈ അതിവിശുദ്ധനായ ദൈവത്തോട്, ആ ദൈവത്തിന്റെ മഹത്വത്തോട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിൽ വന്നിരിക്കാനുള്ള എന്ത് യോഗ്യതയാ! പക്ഷേ കർത്താവ് ഇതിനെ ദൂരെ വെച്ച് കണ്ടിട്ടാണ് പറയുന്നത്, അഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവൻ ഒരിക്കലും പ്രവേശിക്കാൻ അവകാശമില്ലാത്ത വിശുദ്ധ മന്ദിരത്തിന്റെ കവാടത്തിലേക്കായിരുന്നു കുരുത്തോല പെരുന്നാള്. അത് നമ്മൾ ഇന്ന് പലരും ആഘോഷിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, ആയിക്കോട്ടെ, ഞാനതിനെ എതിർക്കാനല്ല പറയുന്നത്. പക്ഷേ ആ കഴുതക്കുട്ടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് എന്റെ തമ്പുരാൻ കയറി പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. മരണം മാർക്കിട്ടതാണ്, നാശം കുറ്റിയടിച്ച് അവനെ കെട്ടിയിട്ടിരുന്നതാ. ആ കുറ്റിയിൽ നിന്ന് അവൻ അഴിഞ്ഞു പോകാൻ ഒരു സാധ്യതയുമില്ലാതെ അവനെ ബന്ധിച്ചിട്ടിരുന്ന ആ ബന്ധനത്തിലായിരുന്നു ഞാനും കിടന്നിരുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് പോലും വിടുവിക്കാൻ കഴിയാത്ത രീതിയിൽ ജയിലുകളിലും രോഗത്തിനും ഒക്കെ കീഴ്പ്പെട്ട് നശിച്ചു പോകാൻ കിടന്നിരുന്ന ഈ ജീവിതത്തെ
എന്തിനാണെന്ന് അറിയാമോ? കർത്താവിനോട് കൂടെ ഇരിക്കാൻ. ഈ കഴുതയെ അഴിച്ചുകൊണ്ട് വന്നത് എന്റെ കർത്താവിന് ഇരിക്കാനായിരുന്നു. അവനില് ആ ഇരിക്കുന്നതോടുകൂടെ പഴയ നിയമത്തിൽ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം നിറവേറി വരണം. കാരണം മശിഹ വിശുദ്ധ നഗരത്തിലേക്ക് വരുന്നത് ഒരു കഴുതക്കുട്ടിയുടെ മുകളിൽ ഇരുന്നായിരിക്കണമെന്ന് പ്രവാചകൻ പണ്ട് വിളിച്ചു പറഞ്ഞതാണ്. ആ പ്രവചനമാണ് തമ്പുരാൻ കണ്ട ആ കഴുത്തൊടിച്ച് ആ മരണത്തിന്റെ വാതിൽക്കൽ കിടന്നവനെ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് വന്നപ്പോൾ സംഭവിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളിലെ പ്രവചനങ്ങൾ നിവർത്തിയാകാൻ വേണ്ടിയിട്ട ഈ ഒരു ഉപവാസ പ്രാർത്ഥനയില് ദൈവം നമ്മളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ, നമ്മളെ ഒന്ന് ഒരിക്കൽ കൂടി ഒരുക്കുവാൻ, നമ്മളെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന് പ്രയോജനകരമായ രീതിയിൽ ദൈവത്തിന് കൂട്ടിരിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാക്കാനാ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ ചേർത്ത്. വീണ്ടും ഒന്നിനെ കൂടി, ഒന്നല്ല അനേക സാധനങ്ങളെ കർത്താവ് കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് തള്ളപ്പെട്ട കൽപാത്രം, ഉപേക്ഷിക്കപ്പെട്ടത്. കാരണം ആദ്യ ദിവസത്തെ വിരുന്നിന് മാത്രമാണ് ഈ കാൽ കഴുകാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മളിൽ പലരും ആരൊക്കെയാലും എത്രയോ പേര് നമ്മളെ തള്ളിക്കളഞ്ഞത് അല്ലെ? നമ്മുടെ ബോംബുകൾ അല്ല, എവിടുന്നെല്ലാം തള്ളൻ അനുഭവിക്കപ്പെട്ടവരാ നമ്മളൊക്കെ. പക്ഷെ എന്നിട്ടും അതുപോലെ തള്ളൽ അനുഭവിക്കപ്പെട്ട അനേകർ റിജക്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഒന്ന് ഓർത്തോ, ആരെങ്കിലും നമ്മളെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവം എവിടെയോ എന്നെ സെലക്ട് ചെയ്തു. മറ്റുള്ളവരുടെ റിജക്ഷൻ ആണ് ദൈവത്തിന്റെ സെലക്ഷൻ നമ്മെ ഇതുവരെ എത്തുവാൻ സഹായിച്ചത്. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് തള്ളപ്പെട്ട അവസ്ഥയിൽ ഉപേക്ഷിച്ച് കളഞ്ഞതാ. പക്ഷേ അതിനെ കർത്താവ് തിരഞ്ഞെടുത്ത് അനേകർക്ക് മധുരമായി മാറുവാൻ, അനേകർക്ക് അതൊരു സന്തോഷമായി മാറുവാൻ ആ തള്ളപ്പെട്ടതിനെ ഉപയോഗിച്ചു എങ്കിൽ അപ്പോൾ എന്റെ കർത്താവിന്റെ കണ്ണ് എവിടെയെല്ലാം ഉടക്കിയിട്ടുണ്ടോ അതിന്റെ എല്ലാ സ്ഥിതി മാറിയിട്ടുണ്ട്. അതിന്റെ അവസ്ഥ മനുഷ്യൻ വിധിച്ച വിധി ഏകമായി കൊള്ളട്ടെ. ഏത് നിലയിലോ മനുഷ്യൻ അവനെതിരെ പ്രവചിച്ചോട്ടെ, അവനെതിരെ ഏതൊക്കെ കാര്യങ്ങൾ പറയാമോ പറഞ്ഞോട്ടെ, എന്തൊക്കെ കുറ്റ ആരോപണങ്ങളാ ആരോപിച്ചോട്ടെ. പക്ഷെ യേശുവിന്റെ കണ്ണ് ഇന്ന് രാത്രി എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥിതി മാറ്റാൻ, എന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ, എന്റെ ജീവിതത്തിന്റെ ഇതുവരെയുള്ള സാഹചര്യങ്ങളെയും മറ്റുള്ളവർ ഒരുക്കിയ എല്ലാ സാധ്യതകളെയും മാറ്റിമറിക്കുവാനാണ് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ രാത്രിയിൽ യേശുവിന്റെ കണ്ണിന് മുമ്പാകെ ഞാനായിരിക്കുന്നത്. കർത്താവേ, നീ എന്നെ കണ്ടിരിക്കുന്നത്, നീ എന്നെ കണ്ടത് നിന്റെ ഒരു മാനപാത്രമായി മാറുവാൻ, ഇതുവരെ ഞാൻ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കുവാൻ, ഇതുവരെ എന്നെ കുറിച്ച് ആരും പറയാത്തത് പറയുവാൻ, ഇതുവരെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതൊക്കെയും ഇന്നു മുതൽ എന്നിൽ നിന്ന് പുറപ്പെടുവാൻ തക്ക രീതിയിൽ യോഗ്യതയുള്ള ഒരു പാത്രമായി മാറുവാൻ ഇന്ന് രാത്രികാലം ദൈവമേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് ഞാനും ഇതിൽ പങ്കാളിയായിക്കൊണ്ട് എന്റെ ജീവനെ ഏൽപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് കണ്ട ഒരു വ്യക്തിയായി ഞാൻ മാറട്ടെ. മനുഷ്യൻ എന്നെ കാണുന്നത് പോലെ അല്ല യേശു എന്നെ കാണുന്നത്, മറ്റുള്ളവർ എന്നെ നോക്കുന്നത് പോലെ അല്ല യേശു എന്നെ നോക്കുന്നത്, മറ്റുള്ളവർ എന്നെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ അല്ല എന്റെ യേശു എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അവന്റെ കണ്ണുകൾ എന്നെ കണ്ടിരിക്കുന്നു, ആ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുകയാണ്. അത് ഈ നോട്ടം തീരുന്നത് ആ നിത്യസിംഹാസനത്തിന്റെ മുൻപാകെ ഞാൻ ഒരു ലജ്ജയും കൂടാതെ ആ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ തിരുകിരീടം എടുത്ത് എന്റെ തലയിൽ എന്നെ അണിയിപ്പിച്ചിട്ട്, തിരുവസ്ത്രം ധരിപ്പിച്ച് എന്നെ മാറോട് ചേർത്ത് അണച്ചിട്ട് തമ്പുരാന് പറയാൻ ആഗ്രഹമുണ്ട്, എന്റെ വിശ്വസ്തദാസനെ, എന്റെ വിശ്വസ്തദാസിയെ. ആ ഒരു വിളി കേൾക്കാൻ ആ തമ്പുരാൻ എന്നോട് കൂടെ ഇരിക്കുന്നത്. അവൻ ജാതി മാറാനോ മതം മാറാനോ അല്ലെങ്കിൽ സഭ മാറാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല എന്റെ തമ്പുരാൻ എന്നെ വിളിച്ചത്. അവനോട് കൂടെ ഇരിപ്പാൻ, അവനോട്
അതെ, ആ വിശുദ്ധിയുള്ള കണ്ണ് ഇന്ന് രാത്രി എന്നെ കാണുന്നുണ്ട്. എന്റെ ഈ സഭയിൽ ഇവിടെ കൂടി വരുന്നത് ഇത് നന്മയ്ക്കോ തിന്മയ്ക്കോ? എന്റെ കുടുംബത്തിൽ എന്തും കൂട്ടായ്മ ആചരിക്കുന്നത് അത് നന്മയ്ക്കോ തിന്മയ്ക്കോ? രാത്രി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് കർത്താവിനോട് പറയാം, അരുമനാഥ, അങ്ങനെ കണ്ടത് അങ്ങയോട് കൂടെ ഇരിക്കാനാണല്ലോ. എനിക്ക് ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും ഒക്കെ ഉണ്ട്, അവരെല്ലാവരോടും കൂടെ എനിക്കിരിക്കണം. എന്നാൽ അതിലുപരിയായി അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞാൻ നിങ്ങളെ എൻ്റെ ശിഷ്യരെന്നല്ല, എൻ്റെ ഫ്രണ്ട്സായിട്ട്, എൻ്റെ കൂട്ടുകാരായിട്ട്, എൻ്റെ സുഹൃത്തുക്കളായിട്ട്, എൻ്റെ ചങ്ങാതിമാരായിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ വിളിച്ചേക്കുന്നത്. നിങ്ങൾ പോകുന്നിടത്ത് ഏതെങ്കിലും ഭൂതബാധയുണ്ടോ? അതിനെ ഒഴിപ്പിക്കാം. രോഗികളുണ്ടോ? അവരെ സൗഖ്യമാക്കാം. ക്ഷീണിതരുണ്ടോ? അവരെ ബലപ്പെടുത്താം. ആരെങ്കിലും കണ്ണുനീരിൽ മുങ്ങിയ ജീവിതവുമായി ജീവിക്കുന്നുണ്ടോ? അവരുടെ കണ്ണുനീർ തുടപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്റെ വീട്ടില്, എന്റെ കുടുംബത്തില്, എന്റെ ചുറ്റുവട്ടത്തില് അതെ യേശുവിനോട് കൂടെ ഇരിക്കാൻ എൻ്റെ കർത്താവ് അനേകരെ നോക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഒരുക്കമാണ് കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങനെ നോക്കുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങയുടെ മുമ്പാകെ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ അതെ അങ്ങ് കണ്ട എല്ലാവരുടെയും അതെ ഒരു മനുഷ്യനാകട്ടെ, ഒരു ജീവനാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ഇനി മുന്നോട്ട് അനേക കാര്യങ്ങളുണ്ട് യേശു കണ്ടത്. അതിനെക്കുറിച്ച് വർണ്ണിപ്പാൻ നമുക്കിനി ഒരുപാട് സമയം വേണം. എങ്കിലും ഇന്ന് രാത്രിയിൽ ലഭിച്ച സമയത്തിനുള്ളിൽ 3 ജീവിതങ്ങളെ, 3 അവസ്ഥകളെ ദൈവം മാറ്റി യേശുവിന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഇന്ന് എന്നെയും അതിലൊരു വ്യക്തിയാക്കി മാറ്റുന്നതിനായി സ്തോത്രം. നമുക്ക് മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കാം. അപ്പാ, എൻ്റെ ജീവിതം, എൻ്റെ മിനിസ്ട്രി, എൻ്റെ ഭാവി ജീവിതം, എൻ്റെ ഭാവിയിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളി, ഇപ്പോൾ തന്നിരിക്കുന്ന ജീവിത പങ്കാളി, ഇനി എൻ്റെ മേൽ ദൈവമേ ആധിപത്യം സ്ഥാപിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളുടെ എല്ലാം മധ്യത്തിൽ എനിക്ക് കൂടെ ഇരിക്കാൻ അങ്ങ് മതിയപ്പാ. നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ കർത്തദാസന് നന്ദി അർപ്പിക്കുന്നു. എന്നെ വിളിച്ചതിലും ഈ ഒരു അവസരം തന്നതിലും നന്ദി കരേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം.